ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചുമ മാറാൻ ഒരു മകള് പ്രാർത്ഥിച്ചു. ചുമയൊക്കെ മാറി മക്കളെ. കഫം എനിക്ക് കൂടെ ഉണ്ട്. എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണം. ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മയും ഉണ്ടാകണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് 26-ാമത്തെ ദിവസം, കർക്കിടകം 26. നമുക്ക് ആദ്യമേ ഭഗവാനെ സ്തുതിച്ചിട്ട് ചൊല്ലാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു നിർത്തിയത് രാവണൻ കോപം കൊണ്ട് കോപം കൊണ്ട് അന്ധനായി കയറി. എന്താ കാരണം? സേനാപതിയും പടയൊക്കെ മരിച്ച്. അപ്പോൾ ദേഷ്യം കൂടി. നമുക്കതിന് യുദ്ധത്തിന് രാവണൻ പുറപ്പെടുക, അത് കാരണം നമുക്കത് വായിക്കാം. യുദ്ധത്തിന് രാവണന്റെ പുറപ്പാട്. ആരെയും പോരിന് അയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടു കൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുകന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ, ഹാരങ്ങളാദിയ ആഭരണങ്ങളും 10 മുഖവും 20 കൈകളും, ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും, നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ. സർവ ആടയാഭരണങ്ങളോട് രീതിയിലാണ് പുറപ്പെട്ടത്. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെ ഒക്കെ പുരോഭുവി കണ്ടു രഘുവരൻ. ഇവരൊക്കെയും വരുന്നത് ഭഗവാൻ കണ്ട് മന്ദസ്മിതം ചെയ്തു. നേത്രാന്ത സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു. ഇത്രയും കോലാഹലത്തോടുകൂടി വന്നപ്പോൾ ഭഗവാൻ ശ്രീരാമൻ വിഭീഷണനോട് ചോദിക്കുന്നു,
നല്ല വീരന്മാർ വരുന്നത് കാണടോ. നല്ല വീരന്മാരാണല്ലോ വരുന്നത്. ഭഗവാന് പരിചയമില്ലല്ലോ അവരാരെയും. സുഗ്രീവനല്ലേ, അല്ല വിഭീഷണനല്ലേ പരിചയമുള്ളൂ. വിഭീഷണന്റെ ജ്യേഷ്ഠനല്ലേ രാവണൻ. ഭഗവാനെ ശരണം പ്രാപിച്ച് വിഭീഷണൻ ഭക്തനായതുകൊണ്ട് ഭഗവാന്റെ കൂടെ കൂടി. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നല്ല വീരന്മാരാണല്ലോ വരുന്നത്, കാണൂ. ചൊല്ലേണം എന്നോട് ഇവരെ യഥാഗുണം, ഇവരുടെ യഥാർത്ഥ രൂപഗുണങ്ങൾ എന്നോട് പറയണം, കാരണം അറിയില്ലല്ലോ ആരാരാന്ന്. എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടു ബാല അർക്ക കാന്തി പൂണ്ട് ആനക്കഴുത്തിൽ വരുന്നത് അകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ. നമ്മെ മുന്നം ജയിച്ചാൻ അവൻ ആയോധനത്തിന് ബാണചാപങ്ങൾ പൂണ്ട ആയുധമായൊരു തേരിൽ കരയേറി കായം വളർന്ന് വിഭൂഷണം പൂണ്ട അതികായൻ വരുന്നത് രാവണൻ തൻ മകൻ. അപ്പോൾ ഇന്ദ്രജിത്ത് മുമ്പ് നമ്മളെ ജയിച്ചവനാണ്. അത് രാവണന്റെ മകനാണ് വരുന്നത്. ഇങ്ങനെ ഓരോരുത്തരും വരുന്നതിൻ്റെ കാര്യങ്ങൾ ഇന്നാരാണെന്ന് പറഞ്ഞു കൊടുക്കുക ഭഗവാൻ അറിയാത്തതുകൊണ്ട് വിഭീഷണൻ പരിചയപ്പെടുത്തുന്നു. പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവ, അത് മഹോദരനാണ്. വാജിമേലേറി പരിഖം ധരിപ്പവൻ ആജി ശൂരേന്ദ്രൻ വിശാലൻ നിരാ അന്തകൻ. അതായത് യുദ്ധവിദഗ്ധനായ വാജിമേല് കുതിരപ്പുറത്ത് വരുന്നവൻ വിശാലനാണ്, അത് യുദ്ധത്തിൽ വിദഗ്ധനുമാണ്. നിരാ അന്തകൻ. വെള്ളരുതിൻ മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ. 3 തലയുള്ളവൻ ആരാണ്? അവൻ തൃശൂലം പിടിച്ച ത്രിശിരസാണ്. രാവണൻ തൻ മകൻ മറ്റേതിനങ്ങേത്. ഓരോരുത്തരുടെ അപ്പുറം നിൽക്കുന്നത് ഇന്നാരെന്ന് പറയാം. രാവണൻ തൻ മകൻ മറ്റേതിനങ്ങേത് ദേവാന്തകൻ തേരിൽ വന്നതു മന്നവാ. കുംഭകർണാത്മജൻ കുംഭൻ അങ്ങേതവൻ തമ്പി നികുംഭൻ പരിഘായുധനല്ലോ. ഇരുമ്പിലൊക്കെ ആയുധനാക്കിയ തമ്പി നികുംഭൻ. അത് കുംഭാർണവന്റെ മകൻ. കുംഭൻ അങ്ങേതവൻ തമ്പി കുട്ടി. അവൻ ആരാണ്? ഇരുമ്പുലൊക്കെ ആയുധമായുള്ള നികുംഭൻ. ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇവരെല്ലാവരും കൂടെ നമ്മളെ വെൽവാൻ ജയിക്കാൻ വേണ്ടി പുറപ്പെട്ടു. യുദ്ധം വിഭീഷണൻ ചൊന്ന അത് കേട്ട് അതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദേശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ. ഭഗവാൻ പറഞ്ഞു, ഇന്ന് തന്നെ ഞാനവനെ കൊല ചെയ്യും, എൻ്റെ ചിത്തകോപമല്ല ഞാൻ കളയും എന്നരുളി ചെയ്തു. നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലും അകത്ത് കടന്നൊരു ഭാഗമേ പാർത്തു. ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. എല്ലാവരും കൂടെ ഇവിടെ നിൽക്കണ്ട, ഞാൻ ഒരുത്തൻ മതി, എന്നെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ലങ്കാപുരത്തേക്ക് പൊയ്ക്കൊള്ളു, അല്ലെങ്കിൽ ശത്രുക്കൾ വന്ന് കടന്നകത്ത് കയറും, അവിടെ നിങ്ങളൊക്കെ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോട്, ശക്തിയില്ലാതെയും ഇല്ല ഇതിനേതുമേ, എനിക്ക് ശക്തിയില്ലാതില്ല, ഞാൻ ഇവരോട് ഞാൻ മതി, ഈ യുദ്ധത്തിന് ഞാൻ മതി, ഞാൻ പോരും, ഞാൻ മതി. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതി രാവണൻ വാനരവൃന്ദത്തെ എയ്തു തള്ളിവിട്ടിടിനാൻ. അങ്ങനെ കുരങ്ങന്മാരെല്ലാം എയ്തെയ്ത് ഇട്ടു. വാനരേന്ദ്രന്മാർ അഭയം തരികെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണ് ഇരന്നിടിനാൻ. കുരങ്ങന്മാർ ഭയന്ന് ഭഗവാനോട് ചെന്ന് ഇരക്കുന്നു, രക്ഷിക്കൂ, കാരണം ഭയം വരുന്നു. അത്രമാത്രം കടുപ്പമാണ് രാവണന്റെ യുദ്ധം. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ട് കൗസല്യ തനയനും പോരിന് ഒരുമിച്ചാർ. ഭഗവാനും പോരിന് വേണ്ടി നിൽക്കുന്നു. വൻപനായുള്ളോർ ഇവനോടും പോരിന് മുമ്പിൽ അടിയനും അനുഗ്രഹം നൽകണം. ശ്രീരാമ ഭഗവാനോട് ലക്ഷ്മണൻ പറയുന്നു, അടിയനും വരണം യുദ്ധത്തിന് എന്ന്. സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. അങ്ങനെ ലക്ഷ്മണൻ ചെന്ന് ഭഗവാനോട് പറഞ്ഞു, എനിക്കും യുദ്ധത്തിന് വരണം, എന്നെയും കൂടെ അവിടേക്ക് പോകാൻ അനുവദിക്കൂ. മന്നവൻ താനും അരുൾ ചെയ്ത അന്നേരം എന്താ പറഞ്ഞ ഭഗവാൻ, വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും, നക്തഞ്ചരേന്ദ്രനോട് ഏറ്റാൽ അറിയ നീ. അത്ര ഭയങ്കരനാണ് ഈ രാവണൻ. ദേവേന്ദ്രന് പോലും ഭയമാണ് അവനോട് യുദ്ധം ചെയ്യാൻ. മായയുമുണ്ടോ നിശാചരർക്ക് ഏറ്റവും ന്യായവുമില്ല ഇവർക്കാർക്കും ഒരിക്കലും. അവർക്ക് നീതി ന്യായങ്ങളൊന്നും തന്നെ ഇല്ല, മായയുമുണ്ട്. അതുകൊണ്ട് അപകടപ്പെടുത്തുന്നതിന്, കാരണം കുട്ടിയല്ലേ ലക്ഷ്മണൻ, ഭഗവാൻ എല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് അത് നീ ശ്രദ്ധിക്കണം.
ചന്ദ്രചൂടപ്രിയനാകെയുമുണ്ടിവൻ പരമശിവന്റെ പ്രിയനുമാണ് ഈ രാവണൻ. ചന്ദ്രചൂടപ്രിയനാകെയുമുണ്ടിവൻ ചന്ദ്രഹാസാഖ്യമാ വാളുമുണ്ട് ആയുധം. അത് ചന്ദ്രഹാസമാകുന്ന ആയുധവും ഇവനുണ്ട്. എല്ലാം നിരൂപിച്ചു ചിത്തം ഉറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ച് അരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശു വിൽ വാങ്ങിനാൻ. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അവനോട് യുദ്ധത്തിന് നിൽക്കാൻ. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ശിക്ഷിച്ചെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അവനോട് ഇങ്ങനെ നിൽക്കണമെന്നും പെരുമാറണമെന്നും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ലക്ഷ്മണൻ തൊഴുത് ആശ് ഭഗവാനെ വന്ദിച്ചിട്ട് വില്ല് വാങ്ങി ഭഗവാന്റെ കയ്യിൽ നിന്ന്. ജാനകി ചോരനെ കണ്ടോരു നേരത്ത് വാനര നായകനാകിയ മാരുതി തീർത്ഥടം തന്നിൽ കുതിച്ചു വീണിടിനാൻ ആർത്തനായി വന്നു നിശാചരനാഥനും. ദക്ഷിണഹസ്തവും വാങ്ങിപ്പറഞ്ഞതു രക്ഷോവരനോട് മാരുതപുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായി മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്ത് കവികുലത്താലിടോ. നീ എല്ലാവരെയും ഇങ്ങനെ മുനിമാരെയും നിർജ്ജനന്മാരെയും സജ്ജനങ്ങളെയൊക്കെ ദ്രോഹിച്ചതുകൊണ്ട് നിത്യവും നിനക്ക് ഉപദ്രവമാണ്. ആരെക്കൊണ്ട്? കവികളെ കൊണ്ട്, കുരങ്ങന്മാരെ കൊണ്ട് ആപത്ത് വരുന്നോടൊന്ന് ഹനുമാൻ രാവണനോട് പറഞ്ഞു. നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കുന്നവരെന്നെ ഒഴിച്ചുകൊൾ വീരൻ എന്നാകിൽ നിന്നെ അടിച്ചു കൊല്ലുവാൻ നിൽക്കുന്ന എന്നെ നീ ആവുമെങ്കിൽ നീ ഒഴിക്കൂ, എന്നെ നീ ഒഴിച്ചു നിർത്തൂ. നിനക്ക് വീരത്വം ഉണ്ടെങ്കിൽ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നത് ഞാനടോ. അക്ഷയകുമാരനെ കൊന്നത് ഞാനാടോ. ഹനുമാനാണല്ലോ ലങ്കയിൽ വന്നപ്പം, സീതയെ കാണാൻ വന്നപ്പം അത് പറഞ്ഞു. നിനക്ക് ചുണനെ നിന്റെ ചുണ ഇപ്പോൾ കാണിക്കുക എന്നോട്. നിന്റെ മകനെ കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞൊന്ന് അടിച്ചാൻ കവീന്ദ്രനും. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാവണനെ ഒന്ന് അടിച്ചു. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെ ഉണർന്നു ചൊന്നാൻ, ഇവിടേക്ക് ഇന്ന് വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. ഇത്രയും കുരങ്ങന്മാർ വന്നതിൽ നല്ലവനാണ് ഹനുമാൻ. എന്താ കാരണം? അടിച്ചവൻ ദശാനൻ വീണ്. ഒരടി കൊണ്ടോ വീണെങ്കിൽ അത്രമാത്രം നന്മയുണ്ട്, ചുണയുണ്ട്, സാമർഥ്യമുണ്ട് ഹനുമാൻ. അതുകൊണ്ട് നീ കൊള്ളാം. നന്മ എന്തായെന്ന് എനിക്കിന്ന് ഇതുകൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പനില്ലല്ലോ. അതുകൊണ്ട് എനിക്കിത് നന്മയല്ല. ഹനുമാൻ അങ്ങനെ പറയാം. കാരണം നീ മരിച്ചെങ്കിൽ നന്മയായിരുന്നു, നീ മരിച്ചില്ലല്ലോ. അപ്പം ഞാൻ ദുർബലനല്ലേ, എൻ്റെ അടിക്ക് അത്രയ്ക്കുള്ള ഊക്കില്ലല്ലോ, അപ്പം ഞാൻ നല്ലതല്ല എന്ന് തിരിച്ചു പറഞ്ഞു. നന്മ എന്തായത് എനിക്കിന്നിത് കൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പനില്ലല്ലോ. വേറെ ആരായാലും മരിക്കും. അതുകൊണ്ട് മൃത്യു വന്നില്ല നിനക്ക്, അതുകൊണ്ട് ഞാൻ എത്രയും ദുർബലനെന്ന് വന്നു. നമ്മിൽ ഇത്തിരി നേരം ഇന്നും പൊരുതിടണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ദുർബലനെന്ന് വന്നല്ലോ, ഞാൻ എങ്ങനെ എനിക്ക് നന്മയുണ്ടാകും? നീ മരിച്ചെങ്കിൽ അത് ശരിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇനിയും ഒന്നുകൂടെ പൊരുതണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഹനുമാന് രാവണൻ ഒരടി തിരിച്ചു കൊടുത്തു. പിന്നെ മോഹിച്ചു വീണാൻ കപിശ്രേഷ്ഠനും. അദ്ദേഹവും മോഹിച്ചു വീണു ഹനുമാനും. നീലൻ അന്നേരം കുതികൊണ്ട് രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലു തന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോട് മകുടങ്ങൾ 10 ചാടി ക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ. ആരാണെന്നറിയാമോ? നീലൻ, അഗ്നിയുടെ മകൻ, വന്യയുടെ മകൻ നീലൻ. പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ പാവക അസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണൻ എയ്തുടൻ തള്ളിവിട്ടിടിനാൻ. പാവകന്റെ പുത്രനാണ് നീലൻ, അത് അഗ്നിപുത്രൻ. പാവക അസ്ത്രം കൊണ്ടാണ് രാവണൻ നീലനെ തള്ളിയിട്ടത്. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചേർത്താൻ. അതുനേരം ബാണഗണത്തെ വർഷിച്ചാൽ ഇരുവരും കാണരുതാതെ ചമഞ്ഞതു പോർക്കളം. ഇതിൻ്റെ ബാണഗണങ്ങൾ കൂട്ടത്തോടെ അമ്പ് ചെയ്തപ്പം അവിടെ എല്ലാം ഇരുളായി, ഒന്നും കാണാൻ വയ്യാതായി. വില്ല് മുറിച്ചു കളഞ്ഞതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. അങ്ങനെ വില്ലൊക്കെ മുറിച്ചു കളഞ്ഞു ദേഷ്യം കൊണ്ട്, നീലനോട് ചെയ്തതുകൊണ്ട്. പിന്നെ മയൻ കൊടുത്ത ഒരു വേൽ സൗമിത്രി തന്നുടെ മാറു ചാട്ടിയിടിനാൻ. മയൻ കൊടുത്തൊരു വേല് രാവണൻ എന്ത് ചെയ്ത് ലക്ഷ്മണന്റെ മാറിലേക്ക് അയച്ചു. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞ് സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കാൻ പറ്റില്ല ലക്ഷ്മണന്. അങ്ങനെ തന്നെ ആ അമ്പെയ്ത് ലക്ഷ്മണൻ വീണുപോയി. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാൻ ആശു ഭാവിച്ചു ദശാനനൻ. കൈലാസ ശൈലമെടുത്ത ദശാസിന് ബാലശരീരം ഇളക്കരുതാഞ്ഞിതു. കൈലാസം പോലെ എടുത്തു പൊക്കിയ രാവണന് ലക്ഷ്മണനെ എടുത്ത് പൊക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മണൻ യഥാർത്ഥത്തിൽ അനന്തനാണല്ലോ, ബലവാനാണല്ലോ. രാവണനെ കൊണ്ട് എടുപ്പിക്കാഞ്ഞതാ. അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അത്രമാത്രം ഊക്കുണ്ട് രാവണൻ. പക്ഷേ
ലക്ഷ്മണൻ അത് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് പൊക്കാൻ പറ്റാതായത്. രാഘവൻ തന്നുടെ ഗൗരവം ഓർത്ത് അതിലാഘവം പൂണ്ടിതു രാവണവീരനും. കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടി അണഞ്ഞൊന്നടിച്ചാൻ ദശാസനെ. കുട്ടി വീണപ്പോൾ, ലക്ഷ്മണൻ വീണപ്പോൾ ദേഷ്യമുണ്ടായി ഒരടി കൊടുത്തു ഹനുമാൻ രാവണന്. അപ്പോൾ ചോരയും ഛർദ്ദിച്ചു തേരിൽ വീണാൻ അവൻ. മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനം എടുത്തുകൊണ്ട് ആദരാൽ പുരുഷൻ മുൻപിൽ വച്ച് വണങ്ങിനാൻ. ഒരു പുഷ്പം എടുത്ത് പൊക്കുന്നത് പോലെ ഹനുമാൻ എടുത്തുകൊണ്ട് പോയി ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് വണങ്ങി. അതേസമയം രാവണനെ എടുക്കാൻ പറ്റിയില്ല. എന്താ കാരണം? അവൻ എടുക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് ലക്ഷ്മണൻ അത് ഭാരം കൊണ്ട് കിടന്നു. കാരണം ശക്തിമാനാണ്, ബലം പ്രയോഗിച്ച് കിടന്ന്. അതുകൊണ്ട് രാവണന് പൊക്കാൻ പറ്റിയില്ല. അതേസമയം ഹനുമാൻ വന്നപ്പോൾ ഒരു പുഷ്പം എടുത്തുകൊണ്ട് പോകുന്നത് പോലെ എടുത്തുകൊണ്ടുപോയി ശ്രീരാമൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. കാരണം കുട്ടിയല്ലേ, കുഞ്ഞല്ലേ ലക്ഷ്മണൻ. മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിലാ മാറുപൊക്കു മയദത്തമാം ശക്തിയും. ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ. ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ. പങ്ക്തി മുഖനോട് യുദ്ധത്തിന് എന്നുടെ കണ്ടമേറിക്കൊണ്ട് നിന്നരുളിക്കൊള്ളുക. കുണ്ഠതയെന്നിയേ കൊൽക ദശാസ്യനെ. ഒരു വിഷമം കൂടെ കൊല്ലാം, എൻ്റെ കണ്ടത്തിൽ കയറി നിൽക്കൂ. കാരണം രാവണനാണെങ്കിൽ രഥത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഭഗവാൻ ശ്രീരാമൻ വനത്തിലല്ലേ, ഭഗവാന് രഥമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു എൻ്റെ കണ്ഠത്തിൽ, ഹനുമാൻ നല്ല പൊക്കം ഉണ്ടല്ലോ, തോളിൽ നിന്നും കൊണ്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ് ഒരു വിഷമം കൂടാതെ അവനെ കൊല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്ത്, മാരുതിയെ ചൊന്നത് കേട്ട് രഘുത്തമൻ ആരുഹ്യത്താൽ കണ്ഠദേശേ വിളങ്ങിനാൻ. മാരുതിയുടെ കണ്ഠത്തിൽ കയറി നിന്ന് യുദ്ധം ചെയ്തു. ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ അടുത്ത് കാണുവാൻ കൊതിച്ചേൻ ദൂലോ. ഞാൻ കുറച്ച് നാളുടെ നിന്നെ അടുത്ത് അടുത്ത് കണ്ടിട്ടില്ല. ഇപ്പം ഹനുമാന്റെ തോളിലും കൂടെ ആയപ്പോൾ നേരെ നിന്ന് കാണാൻ പറ്റി. നിന്നെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ശ്രീരാമൻ പറയും, ഇപ്പം നിന്നെ അടുത്ത് നിന്ന് കണ്ടു നേരെ. ഇന്നിതിന് ആശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോട് കൂടെ വന്നോരെയും കൊന്നു ജഗത്രയും പാലിച്ചു കൊള്ളുവൻ. എന്നുടെ മുമ്പിൽ അരക്ഷണം നില്ലു നീ. എൻ്റെ മുമ്പിൽ ഒരു അല്പസമയം നിൽക്കൂ. നിന്നെ ഞാൻ കൊന്ന് ജഗത്രയെ ഞാൻ പാലിക്കും, ഈ ലോകത്തെ രക്ഷിക്കും നിന്നെ കൊന്നിട്ട് എന്നരുൾ ചെയ്തു. ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പം എഴുതാൻ. ദശഭക്തന് ഒന്നിനൊന്നൊപ്പം എഴുതുകൊണ്ടിരിക്കുക രണ്ടുപേരും, ദശാനനും ശ്രീരാമനും. ഘോരമായി വന്നിതു പോരും അന്നേരത്ത് വാരാനിധിയും ഇളകി മറിയുന്നു. സമുദ്രം പോലും ഈ യുദ്ധത്തിൽ ഇളകി മറിയുന്നു. മാരുതി തന്നെയും എയ്ത് മുറിച്ചിതു. ശൂരനായൊരു നിശാചര നായകൻ മാരുതിയെ കൂടെ എയ്ത് മുറിച്ചു. ഹനുമാന്റെ തോളിൽ നിൽക്കുക ഭഗവാൻ ശ്രീരാമൻ. പക്ഷേ അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടി ഹനുമാനെ എയ്ത്. എന്തുമാത്രം ഇതാന്ന് നോക്ക്. അങ്ങനെ അപ്പം എന്തു വന്നു, മാരുതിയുടെ പുറത്ത് അസ്ത്രം കൊണ്ടപ്പോൾ ശ്രീരാമദേവനും കോപം മുഴുത്ത് അതിധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം. ശ്രീരാമദേവന് ദേഷ്യം വരത്തില്ലയോ? ഭഗവാനെ ചെയ്താൽ ഭഗവാൻ സഹിക്കും, ഭക്തനെ ചെയ്താൽ സഹിക്കത്തില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് കോപം വന്ന്. അത് മാത്രമാണോ, അദ്ദേഹത്തിൻ്റെ കണ്ടത്തിലല്ലയോ ഭഗവാൻ നിൽക്കുന്നത്. ഭക്തൻ്റെ കണ്ടത്തിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. മറ്റവൻ രഥത്തിൻ്റെ മണ്ടയിലാണ്, അവൻ രാജാവല്ലേ. ഭഗവാൻ വനത്തിൽ തപസ്സിരുന്ന ആളല്ലേ. അങ്ങനെ ഒന്നും കൊണ്ടുപോയിട്ടില്ല, രഥം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഭഗവാന് ദേഷ്യം വന്ന് എന്ത് ചെയ്തു, പെട്ടെന്നൊരു സായകമെടുത്ത് രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ച അതിദ്രുതം പെട്ടെന്ന് തന്നെ രാവണന്റെ നെഞ്ചത്തോട് ഇട്ടുകൊടുത്തു ഒരു ശരം. ആലസ്യമായതു ബാണമേറ്റന്നേരം പൗലസ്ത്യ ശാപവും വീണതു ഭൂതലേ. അപ്പോൾ അവൻ്റെ ദേഹത്ത് കൊണ്ടപ്പോൾ ആലസ്യപ്പെട്ടോടെ വീണ്, പൗലസ്ത്യ ശാപവും ഒക്കെ വീണ്. ദത്തഞ്ചരാധിപനായ ദശാസ്യന് ശക്തിക്ഷയം കണ്ട് സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. മൊത്തവും എല്ലാം ഖണ്ഡിച്ചിട്ടു താഴെ. അവൻ്റെ കുടയും കൊടിയും കുതിരയും കിരീടങ്ങളും അവന് ശക്തി ക്ഷയിപ്പിച്ച് എല്ലാം ഇട്ട്. സാരഥി തന്നെയും കൊന്നുകളഞ്ഞ് ആരൂഢതാപേന നിന്നു ദശാസനം. ആ സാരഥി, ആ രഥം നയിക്കുന്ന ആളാണ് സാരഥി, നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്ന പോലെ, അയാളെയും കൊന്ന്. അപ്പം എന്താ കാരണം? ഹനുമാന് രഥവും സാരഥിയും എല്ലാം ഉള്ളതാണ്. ഹനുമാൻ്റെ ഇത് എല്ലാം കൂടെ ചേർന്നതാണ്. ഹനുമാൻ സാരഥിയുമാണ്, രഥവുമാണ്, കുതിരയുമാണ് എല്ലാം. കാരണം അദ്ദേഹത്തിൻ്റെ രണ്ട് കാലിൽ നിന്നും കൊണ്ടാണ് സർവ്വം ഭഗവാൻ ചെയ്യുന്നത്, രഥത്തിൽ നിൽക്കുന്നത് പോലെ. അപ്പം ഹനുമാനെ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? രഥത്തിനെയും കുതിരയെയും സാരഥിയെയും മൊത്തവും കൊടിയെല്ലാം അതെല്ലാം പോയെങ്കിലേ ഹനുമാന് കൊടുത്തതിന് ഇതാവത്തുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ തിരിച്ചങ്ങനെ ചെയ്തു.
സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവ് ആരോട് താപേനപ്പം ദുഃഖം വന്നു രാവണനും ദശാസ്യനും രാമനും. രാവണൻ തന്നോട് അരുൾ ചെയ്താൻ ആമയം പാരം നിന്നെ കൊണ്ടു മാനസേ, നിനക്ക് ക്ഷീണമുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു. കാരണം അവന് ആലസ്യപ്പെട്ട ഇനി യുദ്ധം ചെയ്യാൻ തേരും ഇല്ല, കുതിരയും ഇല്ല, ഒന്നുമില്ല. ഇനി പോയി ക്ഷീണമൊക്കെ മാറ്റി വരാൻ ഭഗവാൻ പറയും. പോയാലും ഇന്ന് ഭയപ്പെടാകേതുമേ നീ 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 ഇനി ലങ്കയിൽ ചെന്നങ്ങ് ഇരുന്നാലും ക്ഷീണമൊക്കെ മാറ്റി നീ നിൻ്റെ പുരത്തിൽ പോയി സുഖമായിട്ടൊക്കെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വാഹനത്തോട് ഒരുമ്പെട്ട് കൊണ്ട് ആയോധനത്തിന് നാളെ വരണം. നീ നാളെ ആയോധനത്തിന്, നാളെ യുദ്ധത്തിന് ആയോധനം. അതിനുവേണ്ടി നീ അവിടെ പോയി ഇന്ന് വിശ്രമമൊക്കെ ഇട്ടിട്ട് നാളെ ആയുധമൊക്കെ ആയിട്ട് വരൂ. കാകുൽസ്ഥ വാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിൽ അങ്ങ് നടന്നു ദശാനനൻ. കാകുൽസ്ഥ എന്ന് വെച്ചാൽ ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ടാണ് അവൻ പോയത്. എന്താ കാരണം? പോകുന്ന വഴിക്ക് വീണ്ടും ഒരു അമ്പ് ചെയ്താൽ അവൻ അവിടെ വീഴത്തില്ലേ, അത് പേടിച്ചിട്ട് പുറന്നോട്ടൊക്കെ നോക്കിയും തിരിഞ്ഞൊക്കെ ഭയന്ന് വെക്കം അങ്ങ് പോയി. രാഘവ അസ്ത്രം തുടർന്നുണ്ടെന്ന ഒരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലവും. ഭഗവാന്റെ അസ്ത്രം ഇനിയും പുറകെ ചെല്ലുമെന്ന് ഒരു തോന്നൽ. രാഘവ അസ്ത്രം തുടർന്നുണ്ടെന്ന് ഒരാകുലം പൂണ്ട് തിരിഞ്ഞു നോക്കി തുലു. വേപഥുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ച് മേവിനാൻ. ഈ ദുഃഖം ഉണ്ടായൊക്കെ ചിന്തിച്ച് വേപഥു കൊണ്ട് വിറച്ചാണ് അയാളെ മന്ദിരത്തിലേക്ക് അയാൾ പോയത്. അയാൾ അങ്ങനെ എല്ലാം വിട്ടു നിൽക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ ഒളിയുമ്പോൾ അങ്ങനെ ചെയ്യത്തില്ല. കാരണം യുദ്ധത്തിൽ ജയിച്ചാണ് വേണ്ടത്, അല്ലാതെ അയാൾ തന്നെ പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് പുറക്കെ ഒരു അമ്പ് ചെയ്യുന്ന ആളല്ല ശ്രീരാമൻ. അയാൾക്ക് ഭയക്കാം, കാരണം അയാൾ അങ്ങനത്തെ തന്നെ ആയതുകൊണ്ടായിരിക്കും. ഇനി നമുക്ക് കുംഭകർണൻ്റെ നീതിവാക്യം, ഇനി കുംഭകർണനെ അയാൾ വിളിച്ചുണർത്തും. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജനാം അർക്കാത്മജനെയും രാവണബാണ വിതാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധ ഔഷധം കൊണ്ട് രക്ഷിച്ചു തന്നുടെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. എല്ലാമൊക്കെ ശരിയാക്കിയിട്ട് എന്നുവെച്ചാൽ പാവകപുത്രാദി വാനരന്മാരെയൊക്കെ ഔഷധം കൊണ്ട് വിഷമം വന്നവർക്കൊക്കെ ഔഷധം കൊടുത്ത് രക്ഷിച്ച് സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്ത് മേവുന്ന സമയത്ത് രാത്രിയും ചരനേന്ദ്രനും ഭൃത്യജനത്തോട് പേർത്തും നിജാർത്ഥികളോ ഓർത്തു ചൊല്ലിയിടിനാൻ. രാവണൻ പറയുന്നു ഭൃത്യൻ എന്ന് വെച്ചാൽ രാവണൻ്റെ മന്ത്രിമാരോട് പറയുന്നു, യുദ്ധത്തിന് വരുന്നവർക്ക് പറയുന്നു, നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥ പുരുഷ ആകാരാദിയും നഷ്ടമായി വന്നതൊടുങ്ങി സുഹൃതവും അവൻ്റെ നന്മയും പൗരുഷവും അവൻ്റെ ആകാരം, ശരീരം, പൗരുഷം അതെല്ലാം വീര്യബലവും കീർത്തി എല്ലാം നഷ്ടമായി ഒടുങ്ങി സുഹൃതവും. കാരണം ഇത്രയൊക്കെ വന്നപ്പോൾ എല്ലാം തരികടയായെന്ന് അവൻ തന്നെ മനസ്സിലായി. അവൻ ഇതെല്ലാം ആരോട് പറയുന്നു? ഭൃത്യജനത്തോട് പറയുന്നു, അവൻ്റെ ഭൃത്യനോട് പറയുന്നു. കഷ്ടകാലം നമുക്ക് ആഗതം നിശ്ചയം വേദാവുതാനും ആരണ്യ പൂവനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാതിയും ജംഭാരി മുമ്പാം നിലിംബവരന്മാരും ദേവന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭു പ്രണയിനിയാകിയ ദേവിയും പുഷ്ട തപോബലം പൂണ്ട് പാതിവൃത്യനിഷ്ഠയോടെ മരുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം. അവനിപ്പോൾ മനസ്സിലായി. സതികളായ നിർമ്മലമായ കുട്ടികളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, സീതയെ മാത്രമല്ല, അവരുടെയൊക്കെ ശാപങ്ങളുണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ഇതൊക്കെ സത്യമായി ചൊല്ലിയ അവരുടെ ശാപങ്ങൾ, വചസ്സുകൾ ഇപ്പോൾ അത് വെറുതെ ആകത്തില്ല, മിഥ്യയായി വരത്തില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ അനുഭവം. ഇപ്പം എനിക്ക് എന്താ വരുന്നത്, എനിക്ക് ദോഷ സമയമാണ്. അതുകൊണ്ട് ചിന്തിച്ചു കാണുമ്പോൾ നമുക്കിനിയും പുനരെന്തോന്ന് നല്ലു ജയിച്ചു കൊള്ളുവാനൊക്കെ ഇനി എന്താ ചെയ്യേണ്ട, നമുക്ക് ജയിക്കാൻ എന്താ ഇനി വേണ്ടതെന്ന് ചിന്തിക്കൂ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതെ ഉണർത്തുക നിങ്ങൾ പോയി. അതുകൊണ്ട് ഭൃത്യന്മാരോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്ത് ചെയ്താൽ നമുക്ക് ജയം കിട്ടാൻ പറ്റിയപ്പോൾ എൻ്റെ ജന്മം, എൻ്റെ ഈ ശാപവാക്കുകൾ വെറുതെ ആവത്തില്ല, ഇവരെല്ലാം എന്നെ ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പോയൊരു കാര്യം ചെയ്യൂ, ഉറങ്ങിക്കിടക്കുന്ന കുംഭകർണനെ ഉണർത്തൂ. 6 മാസമാണ് അവൻ്റെ ഉറക്കം, കിടന്നിട്ട് 9 ദിവസമേ ആയുള്ളൂ. 6 മാസം കഴിഞ്ഞ് ഇനി ഉണർന്നിടുമാറില്ല, മുന്നേ ഉറങ്ങിയിട്ടവനും ഇന്ന് 9 നാളേ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ അൻപോട് ഉണർത്തുവിൻ വല്ല പ്രകാരവും. എങ്ങനെയെങ്കിലും അവനെ ഉണർത്തു. 9 ദിവസമേ ആയിട്ടുള്ളൂ. 6 മാസത്തെ ഉറക്കമാണ് കിടക്കുന്നത്. 6 മാസം ഉണർന്നിരിക്കും, 6 മാസം ഉറങ്ങി കിടക്കും. അപ്പോൾ ഇപ്പം തുടങ്ങിയിട്ട് 9 ദിവസമേ ആയുള്ളൂ. എങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങൾ ഉണർത്താൻ ശ്രമിക്കൂ.
രാക്ഷസരാജനിയോഗന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ എല്ലാവരും പോയി ശ്രമിക്കുക അവനെ ഉണർത്താൻ. ആനക ദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ആന തേർ കാലാൾ കുതിരപ്പടകളും കുംഭകർണോ ഉരസി പാഞ്ഞു ആർത്തും ജഗൽ കമ്പം എന്തൊരു വിസ്മയം. അതായത് ആരെല്ലാം ശ്രമിച്ച ആന വാദ്യങ്ങളും തേരും കാലാളും എന്തെല്ലാം വന്ന് അവൻ്റെ ചെവിയിൽ ഉരസി. എല്ലാവരും ചെന്ന് എന്തെല്ലാം ചേട്ടും പാഞ്ഞും ആർത്തു വിളിച്ചും എന്നിട്ടൊന്നും എന്ത് ചെയ്ത് അവന് ഉണർന്നില്ല. പക്ഷേ ജഗൽക്കമ്പം, അത് ലോകത്തിന് കുലുക്കമുണ്ടായി. ഇതെന്താ സംഭവം ലോകത്തിന് കുലുക്കമുണ്ടായി ജഗത്തിന്. പക്ഷേ കുംഭകർണൻ അറിയുന്നില്ല. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന്തരേ. അതായത് കുംഭകർണന്റെ ശ്രവണം, ചെവിയിൽ എന്ത് വന്ന് സഹസ്രം കുംഭം കുടം 1000 കുടം വെള്ളം അവൻ്റെ ചെവി കൂടെ ഒഴിച്ചിട്ട് പോലും. എന്നിട്ട് പിന്നെ കുംഭീവരന്മാരെ കൊണ്ട് നാസാരന്ധ്ര സംഭൂത രോമം പിടിച്ച് വലിപ്പിച്ചും അവൻ അത്രത്തോളം പർവ്വതം പോലത്തൊരുത്തനല്ലേ, അവൻ്റെ മൂക്കിൻ്റെ അകത്തെ രോമം ആനയെ കൊണ്ട് മൂക്കിൻ്റെ രന്ധ്രത്തിൽ കിടന്ന് തുമ്പിക്കൊണ്ട് രോമം പിടിച്ച് വലിച്ചിട്ടും അവൻ ഉണരുന്നില്ല. കുംഭീവരന്മാരെ കൊണ്ട് നാസാരന്ധ്ര സംഭൂത രോമം പിടിച്ച് വലിപ്പിച്ചും തുമ്പിക്കരം അലറിയും ആനകൾ തുമ്പിക്കരം കൊണ്ട് അലറും. ആന അടുത്തോട് ചെന്ന് ചെവിലൊക്കെ അലറിയിട്ടും ജംഭാരി വൈരിക്ക് കമ്പമില്ലേതുമേ. അതായത് എന്തെല്ലാം ചെയ്തിട്ടും ഇന്ദ്രശത്രുവായ ജംഭാരി വൈരിക്ക്, അതായത് ഈ കുംഭകർണന് ഒരു കുലുക്കവുമില്ല. ഗൃംഭാസമാരംഭ ഓടുണർന്നിതു. എന്നിട്ട് എന്ത് വന്നു പിന്നെ അനങ്ങിയൊക്കെ ഉള്ളം പതുക്കെ ഒരു കോട്ടുവായിട്ടൊക്കെ എങ്ങനെയോ അങ്ങ് ഉണർന്നു വരുന്നു. അതാണ് ഗൃംഭാസമാരംഭം ഉണർന്നിതു. അതായത് കോട്ടുവായിട്ടുകൊണ്ട് പതുക്കെ ഒന്ന് ഉണർന്ന് സംഭ്രമിച്ചോടിനാരാശര വീരരും. അപ്പോൾ അവിടെ നിന്ന് ഈ ഭൃത്യന്മാരെന്ത് ചെയ്ത് ഭയന്ന് ഓടുക. കാരണം ഇവന് ഉണർന്നാലും രക്ഷയുണ്ടോ, പോരെങ്കിൽ 9 ദിവസം അയാൾ ഉണർത്തിയവരെ ചെന്ന് തട്ടിക്കൊന്ന അറിയാനൊക്കെ അവരൊക്കെ അപ്പോഴേ വലിഞ്ഞ്. എന്നിട്ട് കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും, കുംഭം കുടമാണ്, സഹസ്രം 1000ആണ്. 1000 കുടം മദ്യവും 1000 കുടം രക്തവും ഒക്കെ അവൻ്റെ മുമ്പിലുണ്ട്. ഉണർന്ന വഴക്കുണ്ടാവാതിരിക്കണ്ടേ, ഇതൊക്കെ കണ്ടു വേണം അവൻ സന്തോഷം കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതൊക്കെ നേരത്തെ അങ്ങ് കരുതി. സംഭോജ്യ അന്നവും കുന്നുപോലെ കണ്ടൊരാം ഇമ്പം കലർന്ന്. എന്താ, വിഭവസമർത്ഥമായ ആഹാരം കുന്നുപോലെ കൊണ്ടങ്ങ് വെച്ചു. അതും അപ്പോഴെന്തു വന്ന് ഇമ്പം അവന് ഇഷ്ടമായി. ഇമ്പം കലർന്നെഴുന്നേറ്റിരുന്നിട്ട് അങ്ങനെ ഫോട്ടോയായിട്ട് ഇതൊക്കെ നോക്കിയ മുമ്പിൽ മദ്യവും രക്തവും ഇഷ്ടം പോലെ ഭോജ്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ പതുക്കെ എഴുന്നേറ്റിരുന്ന് ക്രവ്യങ്ങൾ ആദിയായി മറ്റു ഉപജീവനദ്രവ്യമെല്ലാം ഭുജിച്ച് ആനന്ദചിത്തനായി. ക്രവ്യങ്ങൾ വെച്ചാൽ പച്ച ഇറച്ചിയും അതിനോടൊപ്പം ദ്രവ്യം, അത് ഈ മദ്യമായിരിക്കും. അതൊക്കെ കൊണ്ട് ഭുജിച്ച് കഴിച്ചിട്ട് ആനന്ദചിത്തനായി ശുദ്ധ ആചമനവും ചെയ്തിരിക്കും വിധം അതൊക്കെ ചെയ്തിട്ട് പോയി മുഖവും കാലൊക്കെ കഴുകി. അങ്ങനെ ഇരുന്ന സമയത്ത് ഭൃത്യജനങ്ങളും വന്ന് വണങ്ങി. ഇതൊക്കെ കഴിച്ചവൻ പിന്നെ വഴക്കില്ലല്ലോ, അതുകൊണ്ട് ഈ ഓടിപ്പോയവരൊക്കെ പിന്നെ പുറക്കഞ്ഞ് വന്നിട്ട് അവർ എന്താ പറഞ്ഞ വണങ്ങിയിട്ട് പറയുന്നു, കാര്യങ്ങളെല്ലാം അറിയിച്ച് ഉണർത്തിയ കാരണവും കേട്ടു പങ്കുതി കണ്ട അനുജൻ. അവർ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്ത്. പങ്കുതി കണ്ട അനുജ രാവണന്റെ അനുജനാണ് ഈ കുംഭകർണനെ ഈ ഭൃത്യന്മാർ സർവ്വ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ കേട്ടപ്പോൾ എന്ത് പറയുന്നത് കാരണവും എല്ലാം കേട്ട് പങ്കുതി കണ്ഠാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്ത് ഞാൻ സങ്കടം തീർത്ത് വരുവനെന്നിങ്ങനെ. എന്നാൽ ഞാനിപ്പോൾ തന്നെ പോയി അവരെ വധിക്കാം, കൊല ചെയ്യാം, വൈരികളെയൊക്കെ ഞാൻ വധിക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ എന്ത് ചെയ്ത്, ഇയാൾ കേട്ട പാതി കേൾക്കാത്ത പാതി, രാവണനെ കണ്ടതുമില്ല കേട്ടതുമില്ല. ഈ ഭൃത്യന്മാർ പറഞ്ഞ വാക്ക് കേട്ട് അയാൾ വധിക്കാനായിട്ടങ്ങ് ചാടി ഇറങ്ങുക. അപ്പോഴെന്തോ ഇത് മഹോദരൻ മെല്ലെ തൊഴുത് പറഞ്ഞാൽ അത് നേരം പതുക്കെ തൊഴുതിട്ട് പറഞ്ഞു. മഹോദരൻ എന്ന രാഷ്ട്രൻ പറഞ്ഞു, ജ്യേഷ്ഠനെ കണ്ട് തൊഴുത് വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലത്. ജ്യേഷ്ഠനല്ലേ, അതുപോലെ പിതാവിന് തുല്യമല്ലേ ജ്യേഷ്ഠന് രാവണൻ. അവിടെ രാവണനെ കണ്ട് തൊഴുത് പിന്നെ അവിടുന്ന് ചോദിച്ചും കൊണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് കാണുന്ന വാട്ടം വരരുത്. ഒരു വിഷമം വന്നൂടല്ലോ, യുദ്ധം ചെയ്യുമ്പോൾ ജയിച്ചു വരണ്ടേ, അതിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നീ പൊയ്ക്കൊള്ളൂ, അതാണ് നിനക്ക് നല്ലത്. ഏവം മഹോദരൻ ചൊന്ന് അത് കേട്ടവൻ രാവണൻ തന്നെയും ചെന്ന് വണങ്ങിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനാൻ ഊഢമോദം നിജ സോദരൻ തന്നെയും. ചിത്തേ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ. നീ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ, കാര്യം എന്താണെന്ന്, ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊന്നും നിനക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് അത് നീ മനസ്സിലാക്കും, ഞാനത് പറയാം, നീ അത് കേട്ടിട്ട് വേണം പോകാൻ.
സോദരിതനുടെ നാസാ കുജങ്ങളെ, ശൂർപ്പണഖയുടെ കാര്യം പറയാം. സോദരിതനുടെ നാസാ കുജങ്ങളെ ഛേദിച്ചതിന് ഞാൻ ജാനകി ദേവിയെ ശ്രീരാമ ലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസീമന് കൊണ്ടെന്ന് വച്ചിടിനേൻ. രാമനും ലക്ഷ്മണനും അറിയാണ്ട് ആ വൈരാഗ്യത്തിന് എൻ്റെ സഹോദരിയുടെ മൂക്കും മാറുമൊക്കെ ചെറിച്ചതിന് ദേഷ്യത്തിന് ഞാൻ സീതയെ അവർ കാണാതെ കൊണ്ട് എൻ്റെ അവിടെ ഒരു ആരാമം ഉണ്ടല്ലോ, ഈ വൃക്ഷങ്ങളും ചെടികളൊക്കെ ഉള്ള ഒരു പ്രത്യേക സ്ഥലം, അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഭാരതിയിൽ ചിറകെട്ടി കടന്ന് അവൻ പോരിന് വാനരസേനയുമായി വന്ന് കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എയ്ത് മുറിച്ചാൻ ചിതശ്രമം. എന്നെയും അമ്പിത മുറിച്ചു, പിന്നെ വാനരന്മാർ എല്ലാവരെയും കൊന്നു, അക്ഷയകുമാരനെയൊക്കെ കൊന്നു. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ അതുകൊണ്ട് കൊല്ലാതെ കൊന്നയച്ചാൻ അത് കാരണം അല്ലല്ലോ മുഴുത്ത് ഞാൻ നിന്നെ ഉണർത്തിനെ. എന്നെയും എൻ്റെ ദേഹവും മുറിച്ചു എയ്ത്, പക്ഷേ എന്നെ കൊല്ലാതെ കൊന്നതിന് തുല്യം തന്നെയാണ്. പക്ഷെ എനിക്ക് അല്പം ജീവനുണ്ട്, അതുകൊണ്ട് എന്നെ കൊല്ലാതെ കൊന്ന് ഞാനും ഇഞ്ഞ് വന്ന് അത് കാരണം കൊണ്ടാണ്, എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ നിന്നെ ഉണർത്താൻ ശ്രമിച്ചത്. മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളണമേ എന്നതു കേട്ട് ചൊന്നാൻ കുംഭകർണനും. നന്നെത്രയും നല്ലതേ നല്ലു കേൾ. നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലത് അറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകയും നന്നതല്ലാതവർക്കുണ്ടോ. നല്ലതുണ്ടാകുന്നു. നല്ലത് കേൾക്കണം തോന്നിയാൽ നല്ലവർക്കേ കേൾക്കാൻ തോന്നും. ഈ രാവണന് അത് കുംഭകർണൻ പറയുന്നതാണ്. കുംഭകർണനെല്ലാം അറിയാം. രാവണനത് നല്ലത് പറഞ്ഞ ആരും ഉപദേശം കൊടുത്താൽ കേൾക്കത്തില്ല. കാരണം എന്താ, അയാൾക്ക് നന്മ ഇല്ലാത്തതുകൊണ്ട് അയാൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് നല്ലതും തീയതും, അത് നല്ലതും അല്ലാത്തതും താൻ അറിയാതെ അവൻ നല്ലത് അറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ. നമ്മളൊരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കണമെങ്കിൽ അവനിൽ അല്പം നന്മ ഉണ്ടെങ്കിലേ കേൾക്കാനും തോന്നും. ഇവിടെ രാവണന് കേൾക്കാൻ തോന്നില്ല, കാരണം അവൻ നല്ലതല്ല. അതുകൊണ്ട് നല്ലവണ്ണം കേട്ടുകൊള്ളുകയും നന്നതല്ലാതെ അവർക്കുണ്ടോ. നല്ലതുണ്ടാകുന്നു. കേൾക്കുന്നവന് നന്മയുണ്ടെങ്കിലല്ലേ ഇത് കേട്ട് നല്ലതാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്താ ഫലം, പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് കുംഭകർണൻ ജ്യേഷ്ഠനോട് ചോദിക്കുന്നത്. അവിടെ രാവണനോട് വേദമായിട്ടൊരു കാര്യമില്ല. കേൾക്കാൻ നല്ല മനസ്സോ നന്മയോ ഹൃദയത്തിലുണ്ടെങ്കിലല്ലേ നല്ലവർ പറഞ്ഞു കൊടുക്കുന്ന കേൾക്കാൻ പറ്റൂ. അതുകൊണ്ട് സീതയെ രാമന് നൽകുന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന് കോപിച്ചു നീ ആണ് സീതയെ കൊണ്ടു കൊടുക്കൂ. ശ്രീരാമൻ്റെ എന്നിട്ട് ഭജിക്കൂ, ക്ഷമിക്കും. ശ്രീരാമൻ അങ്ങനെയാണ്, കരുണയുള്ളവനാണ് എന്നെല്ലാം അനുജനായ വിഭീഷണൻ പറഞ്ഞു. ഈ കുംഭകർണൻ്റെ അനുജനാണ് വിഭീഷണൻ. കുംഭകർണൻ നടുക്കുള്ളവനാണ്, രാവണനാണ് മൂത്തവൻ. അപ്പം നടുക്ക് ഉള്ളത് ഈ കുംഭകർണനും, ഇളയത് വിഭീഷണനും. വിഭീഷണൻ എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, പക്ഷെ അത് നീ കേട്ടോ എന്ന് ഇവിടെ ചോദിക്കുകയാണ് ഈ കുംഭകർണൻ. സോദരൻ ചൊന്നാൻ അതിന് കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നോർത്ത് നാട്ടിൽ നിന്ന് ആശു വാങ്ങി. അവർ ഇവിടെ നാട്ടിൽ നിന്നെല്ലാം കടന്നു പോയില്ലേ ഈ പേടിച്ചിട്ട്. നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നീ ആട്ടിക്കളഞ്ഞില്ലേ അവരെ. എന്തോ വാളിന് ഊണാക്കുമെന്ന് പറഞ്ഞ് ഭയന്ന് ഇവിടുന്ന് സഹോദരൻ പോയില്ലേ. അതുകൊണ്ട് ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും. അതുകൊണ്ട് ഈ ഗുണമൊന്നും നല്ലവണ്ണം വരും, ഈ കാലം നല്ലത് വരത്തില്ല ചൊല്ലാം. അതുകൊണ്ടതും കുറ്റമല്ലടാ, നിന്റെ കുറ്റം കൊണ്ടല്ല, നിനക്ക് നന്മയ്ക്കുള്ള സമയമല്ല, ഇത് ആപത്ത് കാലമാണ് എന്നത്. അതുകൊണ്ടാണ് നല്ലവർ നല്ല കാര്യം പറഞ്ഞാൽ നിനക്ക് കേൾക്കാൻ പറ്റാത്തത്. വിഭീഷണൻ നല്ല കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു തന്നപ്പോൾ നീ അവനെ ആട്ടിക്കളഞ്ഞു. അവൻ നാട്ടിൽ തന്നെ കടന്നു പോയില്ലേ. നല്ലതൊരുത്തരാലും വരുത്താവതല്ല അല്ലൽ വരുത്തും ആപത്തണയുന്ന നാള്. അത് നല്ലത് ഒരുത്തരാലും വരുത്താവതല്ല, ആര് പറഞ്ഞാലും കേൾക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? ആപത്ത് വന്ന് അണയുന്ന നാള്. അവിടെ പിന്നെ യാതൊരു ഉപദേശവും ഒരു ഗുണവും ഒരു ഔഷധവും ഏക്കത്തില്ല. എന്താ മരണം പറഞ്ഞിരിക്കുന്നു, അത് പറഞ്ഞു കൊടുക്കുന്നു ഈ കുംഭകർണൻ. അതുകൊണ്ട് കാലദേശ അവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകാരാദി ഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതൊക്കെ നിരൂപിച്ച് പഥ്യം പറയും. അമാത്യനുണ്ടെങ്കിലോ, ഈ അമാത്യന്മാരെന്ന് പറയുന്നത് ഈ മന്ത്രികൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അമാത്യന്മാർ പറഞ്ഞ് കേട്ട് നിരൂപിച്ചാൽ എന്തുവരും? ഭർത്തൃ സൗഖ്യവും വരും, കീർത്തിയും വർദ്ധിക്കും. ഈ അമാത്യന്മാർ, ഈ രാജാവിൻ്റെ മന്ത്രിമാരായിട്ടിരിക്കുന്ന അമാത്യന്മാർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് കേട്ടാൽ എന്തുവരും? ഭർത്തൃ സൗഖ്യവും വരും, കീർത്തിയും വർദ്ധിക്കും. ഇതെന്താ സംഭവിച്ചത്? രാവണന് ഇഷ്ടമുള്ളതേ ചെവിക്ക് കേൾക്കാൻ ഇമ്പമുള്ളതാണ് ഈ അമാത്യന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് എന്താ വേണം? രാവണൻ്റെ പ്രീതി കിട്ടണം. അതിന് രാവണൻ ഒത്തു നിന്ന് ഏത് അസംബന്ധവും പറഞ്ഞ് പഠിപ്പിക്കുക. അത് സീതയെ കൊടുക്കണ്ട, നീ ഒരിക്കലും രാമൻ അങ്ങനെ വേണം, അത് കൊടുക്കേ വേണ്ട, സീതയെ നീ തന്നെ ഭാര്യയാക്കിക്കോ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ട് രാവണന് ചെവിക്ക് ഇഷ്ടമാണ്. അപ്പോഴെന്ത് വരും?
സൗഖ്യവും വരത്തില്ല, കീർത്തിയും വരത്തില്ല, നാശവും കുലനാശവും എല്ലാം വരും. അത് ഇവിടെ പറഞ്ഞു കൊടുക്കുവാണ്. ഇത് നമ്മളെന്താ ഇത് പറയുന്നത് അറിയാമോ? നമുക്കിത് പഠിക്കാമെന്നുകൊണ്ടാണ് ഞാനിങ്ങനെ വിവരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പം ഈ രാവണൻ്റെ കാര്യം പറഞ്ഞിട്ടോ പണ്ടത്തെ കാര്യം പറഞ്ഞിട്ടോ നമുക്ക് ഒരാവശ്യവും ഇല്ല. നമുക്കും ഇത് പഠിക്കാനുള്ളതാണ്. നമുക്ക് ഒരാൾ നന്മ പറഞ്ഞു തന്നാൽ നമ്മളത് കേൾക്കാൻ ചെവി വേണം. നമുക്ക് ആപത്ത് സമയമാണെങ്കിൽ നമ്മളത് തിരിഞ്ഞ് അവർ പറഞ്ഞതിനകത്ത് വല്ല അർത്ഥമുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയാണ് ഇത് നിർബന്ധമായിട്ട് ഇത് വിവരിച്ച് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് വായിച്ചങ്ങ് പോയാൽ പോരെ. കൃത്യനിഷ്ഠമായിട്ട് വായിച്ചങ്ങ് പോയി. രാമായണം വായിച്ചു, വായിച്ചു 30 ദിവസം വായിച്ചു തീർത്ത്. എന്താ എൻ്റെ അർത്ഥം? ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അന്ന് നടന്ന സംഭവം. ഇത് നമ്മളങ്ങനെ വിചാരിക്കണം. നമുക്കൊരു തിന്മ നമ്മളിലുണ്ടെങ്കിൽ ഒരാളത് അങ്ങനെ പോകല്ലേ, ആ വഴിക്ക് പോകല്ലേ മക്കളെ, അത് ദോഷമാണെന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കാൻ നമുക്ക് ചെവി വേണം. ഇല്ലെങ്കിൽ എന്തുവരും? ദുഃഖവും ദുരിതവും വിനാശങ്ങളും ആപത്തുകളൊക്കെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അമാത്യ ധർമ്മം വെടിഞ്ഞ് എങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാൽ അത് കർണസുഖം വരുമാറ് പറഞ്ഞുകൊണ്ട് അന്നവും ആത്മാഭിമാനവും ഭാവിച്ച് മൂലവിനാശം വരുമാർ നിത്യവും മൂഢരായുള്ള ഒരു അമാത്യ ജനങ്ങളിൽ നല്ലത് കാഗോളമെന്നത് അത് അത്രയ്ക്കും വിഷമാണ്. ഈ രാവണന് ഇഷ്ടമുള്ള വാക്കുകൾ പറയുന്നത് അമാത്യന്മാർ വിഷമാണ് കുത്തിവയ്ക്കുന്നത്. അതിനെന്തു വന്ന് ആര് നശിക്കുന്നു? ഈ അമാത്യന്മാരാണോ നശിച്ചത്? അമാത്യന്മാർ പറഞ്ഞിട്ടങ്ങ് പോകും. രാവണൻ്റെ ഇഷ്ടവും ഇംഗിതവും അനുസരിച്ച് നല്ലത് അവന് എന്താ ചെവിക്ക് ഇഷ്ടം, അത് കൊള്ളരാത്ത വിഷമാണ്. ആ വിഷമാണെന്ന് അമ്മമാർക്ക് അറിയാം. പക്ഷേ രാവണൻ്റെ സിമ്പതിക്ക് വേണ്ടിയിട്ട് ചേർന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ രാവണൻ്റെ സിമ്പതിയും കിട്ടും, അവരവരുടെ ജോലിക്ക് പോവുകയും ചെയ്യും. മന്ത്രിസ്ഥാനം വൈകുന്നേരം അവരുടെ ഭാര്യ വീട്ടിലേക്ക് അവരങ്ങ് പോകും. ഇവിടെ അനുഭവിക്കുന്ന ആരാണ്? സ്വന്തം മക്കളും പിന്നെ മരുമക്കളും ഭാര്യയും കുടുംബവും ലോകരും ഈ ജനങ്ങൾ പ്രജകളും എല്ലാമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് രാജാവിന് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ രാജാവിന് തന്നെ ആപത്ത്, ആ നാശം. അത് മനസ്സിലാക്കി ആര് പറഞ്ഞു കൊടുക്കുന്നത്? കുംഭകർണൻ. അതുകൊണ്ട് അമാത്യന്മാർ നല്ലത് പറഞ്ഞു കൊടുത്താൽ 4 ഉപായങ്ങളും പിന്നെ 6 നയങ്ങളും മേൽ വരുന്നൊക്കെ നിരൂപിച്ച് പഥ്യം പറയും അമാത്യനുണ്ടെങ്കിലോ സത്യമായുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ എന്ത് വരും? ഭർത്തൃ സൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. ഇങ്ങനെയുള്ള ഒരു അമാത്യ ധർമ്മം വെടിഞ്ഞിട്ട് ഇങ്ങനെ പറയാതെ ആ ധർമ്മം നോക്കാതെ എന്ത് ചെയ്യുന്നു? രാജാവിന് ഇഷ്ടമെന്നാൽ അത് കർണസുഖം. രാജാവിൻ്റെ ചെവിക്ക് ഇഷ്ടമുള്ളത് പറയുന്ന അമാത്യന്മാർ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുത്താൽ ആത്മാഭിമാനവും ഭാവിച്ച് മൂലവിനാശം. വലിയ ഗമയിൽ ഇങ്ങനെ നടക്കും കുറച്ച് നാൾ. ഞാൻ ഇങ്ങനെ നടക്കും അഹങ്കാരിച്ച്. പക്ഷെ എന്ത് ചെയ്യും? മൂലവിനാശം, കുലത്തോടെ നശിക്കും. എന്നിട്ട് നിത്യം മൂഢരായുള്ളൊരു അമാത്യ ജനങ്ങളിൽ നല്ലത് കാഗോളം എന്ന്, ഇതെല്ലാം വിഷമാണ് എന്ന് ചൊല്ലുവോരല്ലൽ വിഷമുണ്ട് അവർക്ക് ഇന്നില്ലല്ലോ. അവർക്കൊരു വിഷമവും ഇല്ല. അവർ പറഞ്ഞിട്ട് അവരുടെ കാര്യം നോക്കി പോകും. അവർ ഈ കുടുംബത്തോ കുലത്തിലോ നിൽക്കുന്നില്ലല്ലോ. ഇപ്പം ഒരു കൂട്ടുകാരൻ തന്നെ വേറൊരു വീട്ടിൽ നിന്ന് നമ്മളെ ഉപദേശിക്കാൻ വരും. നമ്മൾ അവിടെ മനഃപൂർവ്വം ചിലപ്പോൾ നമ്മളെ വഴി തെറ്റിച്ച് നശിക്കാൻ വേണ്ടിയും പറഞ്ഞു തരും. എന്നുവെച്ചാൽ നമ്മുടെ സന്തോഷം അവർക്ക് കിട്ടിയാൽ മതി. എനിക്ക് എൻ്റെ കൂട്ടുകാരൻ ഇന്നത് പറഞ്ഞു. അപ്പോൾ അവനൊരു ആശ്വാസം വല്ലതും ഉണ്ടെങ്കിൽ പക്ഷേ മദ്യമോ എല്ലാം കൊടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ മയക്കുമരുന്നോ. നശിക്കുന്നത് ആരാണ്? സ്വന്തം കുടുംബം. കേൾക്കുന്നത് മറ്റവൻ പറഞ്ഞിട്ട് അവൻ്റെ പാട്ടിന് പോകും. ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഇതിങ്ങനെ കൂട്ടുകൂടി ചെയ്യുന്ന വിഷമാണ്. നല്ല മന്ത്രിമാരും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ രാജാവിന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അതുകൊണ്ട് ഇതിവിടെ അനുജൻ പറഞ്ഞു കൊടുക്കുന്നു. മൂഢരാം മന്ത്രികൾ ചൊല്ല് കേട്ടിടുകിൽ നാടും ആയുസ്സും കുലവും നശിച്ചു പോവും. ഇത് സ്വന്തം അനുജൻ കുംഭകർണനാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നാദഭേദം കേട്ട് മോഹിച്ചു ചെന്ന് ചേർന്ന് ആദ്യം മുഴുത്ത് മരിക്കും മൃഗകുലം. ഒരു സൗണ്ട് കേൾപ്പിച്ചിട്ട് വേടന്മാർ ഒളിച്ചു നിന്നിട്ട് സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് മാനുകൾ ഓടി വരുമ്പോൾ ഇവർ ഒളിയം പെയ്താണ് അവർ മാനിനെ കൊന്നുകൊണ്ട് പോകുന്നത്. എന്താ കാരണം? എന്തോ സൗണ്ട് കേട്ടപ്പോൾ ആഗ്രഹം കൊണ്ട് ഓടുക മാനുകൾ. മാനും വല്ല ബുദ്ധിയുണ്ടോ? അതുകൊണ്ട് അതുപോലെയാണ് ഈ രാവണനും. സീതയെന്ന് പറഞ്ഞ് ഓടി ഓട്ടമാണ്. പിന്നെ അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണ് മരിക്കുന്നു. വെട്ടം കണ്ട് ഈ തീ കണ്ട് ശലഭങ്ങളെല്ലാം ഓടി തിന്നാൻ തീറ്റിയാകുമ്പോൾ പെട്ടെന്ന് വന്ന് പറന്ന് കയറി തീയിൽ വീണ് ചിറകരിഞ്ഞാൽ പിന്നെ ജീവിക്കത്തില്ലല്ലോ, അപ്പോഴേ വീണ് മരിക്കുന്നു. പിന്നെയോ മത്സ്യങ്ങളും രസത്തെങ്കിൽ മോഹിച്ച് ചെന്ന് അത്തൽപ്പെടുന്ന് വെളിച്ചം ഗ്രസിക്കയാൽ ചൂണ്ടയിൽ എന്തോ കണ്ട് തിന്നാൻ തീറ്റി ഉണ്ട്, അത് വെച്ച് വെച്ചേക്കും. പക്ഷെ അത് ഈ കുരുക്കൊണ്ടെന്ന് ഈ മത്സ്യം അറിയുന്നില്ല. പെട്ടെന്ന് ചാടി ആർത്തി പിടിച്ചാണ് തിന്നുന്നതിൻ്റെ ആർത്തി കൊണ്ട് ഓടി വന്ന് ആദ്യം പിടിച്ച് അടക്കുന്നു. മത്സ്യം തീർന്ന്. എന്താ കാരണം? ചൂണ്ട കുരുങ്ങി. അതുപോലെയാണ് ആ ചൂണ്ട രാവണന് സീതയാകുന്ന ചൂണ്ടയിൽ കൊരുത്തുപോയി. ഇപ്പം എന്ത് വന്നു? ആർത്തി, സ്ത്രീകളുള്ള ആർത്തി, ഭോഗം, സുഖങ്ങൾ, ഇന്ദ്രിയങ്ങളെ അടക്കാൻ മേത്ത അഹങ്കാരം. ഇതെന്ത് വന്നു? നാശം.
എങ്ങനെ നശിക്കുന്നത്? ഈയൽ അഗ്നി വീണ് ചാകുന്നു, മാനുകൾ സൗണ്ട് കേട്ട് നാദം കേട്ട് ഓടി വന്ന് ചാകുന്നു, ഇത് മീനുകൾ ചൂണ്ടയെ കുരുങ്ങി മരിക്കുന്നു. ഇവിടെ രാവണൻ എങ്ങനെ മരിക്കുന്നു? സീതയെ കുരുങ്ങി മരിക്കുന്നു. ഇതാണ് ലോകത്തുനിന്ന് എല്ലാവർക്കും കിട്ടുന്ന അബദ്ധം. ഇത് എന്തെല്ലാം ഉദാഹരണങ്ങൾ നമുക്ക് ലോകത്ത് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ആഗ്രഹം ഒന്നെങ്കിൽ ഏറിയാൽ ആപത്ത് പോകുവാനാവതല്ല, അല്ലാതെ വണ്ണം വരും. നമ്മൾ ആഗ്രഹം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ ആപത്ത് അങ്ങനെ ഉണ്ടാകും. ആഗ്രഹം ഒന്നെങ്കിൽ ഏറിയാൽ ഒരു ആഗ്രഹത്തിലും ഏറിപ്പോകരുത്. നമുക്കൊരു കാര്യത്തിന് ആഗ്രഹമുണ്ടോ? അത് ഒക്കത്തില്ലേ? വേണ്ടെന്ന് വയ്ക്കണം. അത് പോട്ടെ, അടുത്തതിനെ നോക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒന്നിലും പറ്റിപ്പിടിച്ച് അതേ ഉണ്ടാവൂ എന്ന് പറഞ്ഞിരുന്നാൽ ഇങ്ങനെ ആർത്തി പിടിച്ച് ആഗ്രഹം കിട്ടാതെ ക്രോധമായി പിന്നെ അവിടെ എന്ത് സംഭവിക്കട്ടെ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? വീട് കുലം നശിച്ചാലെന്താ? മക്കൾ പോയ ഇവരൊക്കെ പോയില്ലേ? അക്ഷയകുമാരൻ ചത്തുപോയില്ലേ? അയാൾക്ക് അതിലൊന്നും ഒരു ഭയവും ഒരു വിഷമവും ഇല്ല. അയാൾക്ക് നല്ല സീതയെ മതി. സ്വന്തം മക്കളും കുടുംബവും കുലവും രാജ്യവും ഒക്കെ നശിച്ചിട്ടും അയാൾക്ക് ആ ലങ്ക മൊത്തം ചുട്ട് ചാമ്പലാക്കിയിട്ടും അയാൾക്ക് വീണ്ടും സീതയെ കൈവിട്ട് കൊടുക്കാൻ വയ്യ. കാരണം എന്താണ്? ആപത്ത് കാലത്ത് ഇതൊന്നും തോന്നത്തില്ല. ആരും പറഞ്ഞ ഉപദേശങ്ങൾ കേൾക്കാൻ ഒക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനഃപൂർവ്വമായിട്ട് നന്മ എന്താണ് ഒരാൾ കൊടുക്കുന്നത് അത് മനസ്സിലാക്കി പഠിച്ചാൽ, നമ്മൾ തന്നെ മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ചാൽ ഒരിക്കലും ഒരു തോൽവി ഉണ്ടാകത്തില്ല, ഒരു ദുഃഖം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആഗ്രഹം ഒന്നെങ്കിൽ ഏറിയാൽ ആപത്ത് പോക്കുവാനാവതല്ല, അവതല്ലാതെ വണ്ണം വരും ആരാലും സാധ്യമല്ല. ആപത്ത് മാറ്റാൻ നമ്മുടെ വംശത്തിനും നല്ല നാടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ. അതുകൊണ്ട് ഇവിടെ എന്തോന്നെല്ലാം ഉന്മൂലനാശമായല്ലോ. ജാനകി തന്നിലൊരു ആശ ഉണ്ടായതും ഞാൻ അറിഞ്ഞേനത് രാത്രിയും ചരാധിപ. ഞാനിതെല്ലാം അറിഞ്ഞു. ഈ ജാനകിൽ താങ്കൾക്ക് അതായത് ജ്യേഷ്ഠനായ രാവണൻ ഈ ആശയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവനു എന്നും ആപത്തൊഴിഞ്ഞില്ലെന്ന് നിർണയം. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, ഇതിൻ്റെ ഇന്ദ്രിയങ്ങളുടെ പുറകെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം വന്നാൽ ആ ആഗ്രഹത്തെ പുറകെ നമ്മളങ്ങ് ഒത്തു നിന്ന് അത് നടത്തി തീർക്കോളം അതിനകത്ത് ചുറ്റിപ്പറ്റി. അപ്പോഴെന്തൊരു ഇന്ദ്രിയങ്ങൾ നമുക്ക് വശമായില്ല. നമ്മൾ ഇന്ദ്രിയം അടക്കത്തില്ല, അതിനോടൊപ്പം ചെന്നങ്ങ് ചേരുക. അപ്പോഴെന്തുവരും? ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിക്കാൻ എന്തുവരും? എന്നും ആപത്തൊഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആപത്ത് വിട്ട് മാറത്തില്ല. ഇന്ദ്രിയാഗ്രാമം ജയിച്ചിരിക്കുന്നവൻ എന്തുവരും? ഒന്നുകൊണ്ടും ആപത്തുകൾ വരാ നൂനം ആപത്തുകൾ, ഒരിക്കലും ആപത്ത് വരത്തില്ല. ഇന്ദ്രിയഗ്രാമം ജയിക്കുന്നവന്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവന്. ഇപ്പോൾ ഒരു സ്ത്രീയെ കണ്ട് ആ കുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കണം തോന്നിപ്പോയി. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുമ്പം അവർക്ക് സമ്മതമില്ല, വിട്ടുകളയണം. പെണ്ണും മണ്ണും ഒന്നും കൊണ്ടാണ് ലോകം നശിക്കുന്നത്. അതുകൊണ്ട് വേറെ പെമ്പിളുണ്ടോ ഇല്ലയോ? വേണ്ട. ഉണ്ടെങ്കിൽ കെട്ടുക, അല്ലെങ്കിൽ വേണ്ട. എല്ലാത്തിനും നമ്മളെ ഇന്ദ്രിയങ്ങളെ മനസ്സിലാക്കി വൈരാഗ്യപ്പെട്ട് അതിനെ അടക്കാൻ നിർത്തണം. ഒരിക്കലും എടുത്തുകാടി പോകരുത്. അങ്ങനെ അതൊരു വാശിയും അഹങ്കാരവും വൈരാഗ്യവുമായിട്ട് നിൽക്കുന്നതാണ് ആപത്ത് വരുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും നൂന ആപത്തുകൾ, ഒരു ആപത്തും വരത്തില്ല. ഇന്ദ്രിയത്തെ ജയിച്ചാൽ വേണ്ടടുത്ത് വേണ്ടതുപോലെ നിൽക്കാൻ പഠിക്കണം. നമ്മൾ നല്ലതല്ലെന്നത് അറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലും ഒന്നെങ്കിലും ഒരുത്തനും അഭിരുചി പൂർവ്വജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതും അതിന് വശനായി വരും. ഇവിടെ എന്താ വന്നു? ഇയാളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. പൂർവ്വജന്മത്തിൻ്റെ വാസന കൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തങ്ങളുടെ ശാസ്ത്ര വിവേകവും ഉപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനെ ഉണ്ടോ ജഗത്തിങ്കിൽ ആരാനും ഓർക്കുന്നത്? അങ്ങനെ നമ്മൾ എന്ത് വേണം? അങ്ങനെയുള്ള നമുക്ക് കഴിഞ്ഞ ജന്മത്തിൻ്റെ വാസന പൂർവ്വജന്മാർജിതം കൊണ്ട് ഉണ്ടായ ഈ വിഷമങ്ങളാണെന്ന് നമ്മൾ അതിന്മേൽ വശനായി വരും. അതാവതല്ലേതും അതിന് വശനായി വരും. അത് അങ്ങനെ നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്നാൽ അതിങ്കൽ നിന്ന് ആശ മനസ്സിനെ, നമ്മുടെ ഇന്ദ്രിയം 6ാം ഇന്ദ്രിയാകുന്ന മനസ്സിനെ തങ്ങളുടെ ശാസ്ത്ര വിവേക ഉപദേശങ്ങൾ കൊണ്ട്, ഇതാണ് ഈ രാമായണം അതിനുള്ളതാണ്. ഈ ശാസ്ത്രം വിവേകം ഉണ്ടാവാനാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഇത് പഠിച്ചുകൊണ്ട് നമ്മൾ നന്നാവണം. അതുകൊണ്ട് ശാസ്ത്ര വിവേക ഉപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവർ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ജഗത്തിങ്കിൽ ആരാനും ഓർക്കുന്നേ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് സുഖമുണ്ട്. നമ്മൾ അങ്ങനെ ആപത്തിലാണെന്ന് കണ്ടാൽ നമ്മൾ ഉടനെ ഇതൊക്കെ പഠിക്കണം. പഠിക്കുമ്പോൾ നമ്മളിതെല്ലാം തനി നമ്മുടെ ഉള്ളത്തിൽ വരും. നമ്മൾ കുറേ നാൾ ഇതൊക്കെ പഠിച്ചും വായിച്ചും ഭക്തിപൂർവ്വം ഇരിക്കുമ്പോൾ എല്ലാ ദുഃഖവും എല്ലാം മാറിയിട്ട് നമ്മൾ നല്ല ഒരിതായി മാറും. ഒരു വിഷമവും ഉണ്ടാവത്തില്ല. ഇത് അന്ധനായി പോകുന്നത്, ഒരറിവില്ല, മൂഢനാണ്, യാതൊരു വെളിവില്ല. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ പുറകെ പോണത്. ഇന്ദ്രിയം എങ്ങോട്ട് കടിഞ്ഞാണിടാൻ പറ്റുന്നില്ല അയാൾക്ക്. അതുകൊണ്ട് ആരെങ്കിലും ഈ ശാസ്ത്ര വിവേക ഉപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനും ഓർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം വരേണ്ട ഈ ഭാവി ഇങ്ങനെ വരുന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ.
ഇപ്പോൾ ഉപഗതമായി വന്നത് ഈശ്വരകൽപ്പിതം ആർക്കും തടുക്കാവതല്ലോ. ഇത് നേരത്തെ തന്നെ ഇതൊക്കെ പറഞ്ഞതല്ലേ. കാരണം വിഭീഷണൻ പറഞ്ഞ് കുറേ ഉപദേശം കൊടുത്തു. ഹനുമാൻ ഒരിക്കൽ വന്നു എല്ലാം തല്ലി തകർപ്പണമാക്കി. അന്നേരവും എന്തൊക്കെ പറഞ്ഞിട്ടൊന്നും ഇദ്ദേഹത്തിന് വകയല്ല. അതുകൊണ്ട് ഇതൊന്നും ഈ കൽപ്പിതം ഇപ്പോൾ ഉപഗതമായി ഈ അവസരം വന്നത് ഈശ്വരകൽപ്പിതമാണ്. ഇതാർക്കും തടുക്കാവതല്ല അല്ലല്ലോ. മാനുഷനല്ല രാമൻ, പുരുഷോത്തമൻ, നാനാ ജഗന്മയൻ, നാരായണൻ പരൻ. അനുജൻ പറഞ്ഞു കൊടുക്കുക രാവണന്. അത് ഭഗവാൻ നാരായണൻ പരൻ സീതയാകുന്നത് യോഗമായ ദേവിയാണ്. ചേതസി നീ ധരിച്ചിടുക നീങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നില്ലയോ മന്നവ. മുന്നമേ എന്തത് ഓരാത്തു. നീ എന്താ അത് മനസ്സിൽ നേരത്തെ തന്നെ ഇതിന് മുമ്പേ തന്നെ ഞാൻ നിനക്ക് ഇതൊക്കെ പറഞ്ഞു തന്നതല്ലേ. ഇത് ഭഗവാൻ ശ്രീരാമൻ ഭഗവാൻ നാരായണനാണ്. സീത മഹാമായ ദേവിയാണ്, യോഗമായയാണ്. അത് മറ്റവൻ ആരാണ്? ലക്ഷ്മണൻ അനന്തനാണ്. ഇത് നിന്നോട് ചേതസി നിന്റെ മനസ്സിൽ ധരിച്ചിടുക. ഇത് നീ മനസ്സിലാക്കൂ. നിന്നോട് തന്നെ പറഞ്ഞു തന്നില്ലയോ മന്നവ. മുന്നമേ എന്തത് ഓരാഞ്ഞത്. നീ എന്താ മനസ്സിലാക്കാത്തത്? നിനക്ക് നേരത്തെ തന്നെ പറഞ്ഞതില്ലേ രാജാവേ. ഞാൻ ഒരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണ ആശ്രമേ വാഴുന്ന നേരത്ത് നാരദനെ പരിദോഷേണ കണ്ടു. നമസ്കരിച്ചിടനേൻ ഞാനിങ്ങനെ വിശാലാപുരിയിൽ ഇതിന് സമീപത്താകുന്ന ബദരിയാശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ കണ്ടു. നരനാരായണ ആശ്രമത്തിൽ ചെന്നപ്പോൾ നാരദ മഹാമുനിയെ കണ്ടു. ചെന്ന് ഞാൻ നമിച്ചു, വണങ്ങി. അപ്പോൾ ഏതൊരു ദിക്കിൽ നിന്ന് ആഗതനായതെന്ന് ആദരവോട് അരുൾ ചെയ്യുക മഹാമുനി. എവിടുന്നാ ഇവിടേക്ക് വന്നതെന്ന് ഇദ്ദേഹം വണങ്ങിയിട്ട് ചോദിച്ചു. മഹാമുനി, അങ്ങ് എവിടുന്നാ ഇവിടേക്ക്, ഏത് ദിക്കിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്, ആഗതനായത് എന്ന് അവരോട് ചോദിച്ചിട്ട് അരുൾ ചെയ്ത് മഹാമുനി. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തെങ്കിൽ അന്തരം കൂടാതെ അരുൾ ചെയ്യുകയെന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോട് സാധനം ചൊന്നാൻ എന്നോട് അങ്ങനെ പറഞ്ഞു. എന്നോട് ചൊന്നാൻ ഉദന്തങ്ങളൊക്കവേ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. മഹാമുനി, അങ്ങ് എവിടെ നിന്ന് വരുന്നു, അവിടെ ജഗത്തിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ച് ഇവിടെ ഈ രാവണൻ്റെ പീഡ, ഈ മഹാത്മാക്കളായ മഹർഷിമാരെയും ഒക്കെ പീഡിപ്പിക്കുന്നു, അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് പോയി തിന്നുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നാരദ മഹാമുനി പറഞ്ഞു കൊടുത്തു. ഇത് രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും എല്ലാം ഒരുമിച്ച് ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ച് ഉണർത്തിച്ചു. സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെല്ലാം ഉപദ്രവിച്ചിടുന്നത് എങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞതു. ആ ദുഷ്ടനായ രാവണനെ കൊണ്ട് ഞങ്ങൾക്ക് എങ്ങും ഇരിക്കപ്പുറത്ത് ഇല്ല ഭഗവാനി നാരായണ എന്ന് പറയുന്നത്. ആരുടെ ആദ്യം പറയുന്നത്? ഈ ബ്രഹ്മാവിനോട്. അപ്പം ബ്രഹ്മാവ് ഇത് കേട്ടുകൊണ്ടാണ് ഭഗവാൻ നാരായണക്കെ ചെന്ന് പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെയെല്ലാം അറിഞ്ഞത് ഈ നാരദ മഹാമുനി ഈ കുംഭകർണനോട് പറയുന്നതാണ്. അങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ ചമയുന്നു. മർത്തനാൽ എന്നിയെ മൃത്യുവില്ലെന്നത് ഉക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിച്ചത്. ഇത് ബ്രഹ്മാവ് കൽപ്പിച്ചതാണ്. രാവണന് ഒരു മർത്തനാലും മരിക്കാൻ പറ്റില്ല, ഒരു വരമാണ്. അതുകൊണ്ട് മർത്തനായി തന്നെ പിറന്ന ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. ഇവിടെ ഈ ലോകത്ത് സത്യവും ധർമ്മവും രക്ഷിക്കണം. ഇവിടെ എന്താ പറയുക, ഈ രാവണനെ കൊണ്ട് ഇരിക്കപ്പുറത്ത് ആർക്കുമില്ല. വിഷമം അങ്ങേയറ്റം വേദനിക്കുന്നു. അതുകൊണ്ട് മർത്തനായി മനുഷ്യനെ കൊണ്ടൊന്നും ഇവനെ വധിക്കാനോ ഒന്നും നടക്കത്തില്ല രാവണനെ. അതുകൊണ്ട് ഭഗവാൻ തന്നെ വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതമാണ്. കാരണം വിരിഞ്ചൻ കൊടുത്തൊരു ഇതാണ്. ഇവന് മനുഷ്യനായിട്ട് ആരും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മർത്തനായി തന്നെ പിറന്ന് ഭവാൻ തന്നെ പിറക്കണം. അതുകൊണ്ട് വേണം സത്യധർമ്മങ്ങളെ രക്ഷിക്കാൻ. എന്നൊരു ഭഗവാൻ നാരായണൻ തന്നെ ഇവിടെ അവതരിക്കണം, അല്ലാതെ രക്ഷയില്ല. യുദ്ധം ഉണർത്തിച്ച നേരം മുകുന്ദൻ എന്ത് പറഞ്ഞു? ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. എന്താ പറഞ്ഞത് ഭഗവാൻ നാരായണൻ എപ്പോഴും പറഞ്ഞത്? പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്ന് പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച് അത്തൽ തീർത്തിടുവൻ ഈ ത്രിലോകത്തെങ്കിൽ സത്യസങ്കല്പനാം ഈശ്വരൻ തന്നുടെ ശക്തിയോടും കൂടി രാമനായി വന്നതും. അതുകൊണ്ട് അന്ന് പറഞ്ഞ വാക്കാണ്. ഭഗവാൻ നാരായണൻ തന്നെ ശ്രീരാമദേവനായിട്ട് അയോധ്യയിൽ വന്ന് പിറക്കും, ദശരഥപുത്രനായിട്ട് വരും. അങ്ങനെ ഇതെല്ലാം നാരദ മഹാമുനി ആർക്ക് കൊടുത്തതാണ്? ഈ ഉത്തരം കുംഭകർണന്. എവിടെ വച്ചാണ്? ബദരിയാശ്രമത്തിൽ ചെന്നപ്പോൾ നാരദ മഹാമുനിയെ കണ്ടപ്പോൾ ഈ വിവരങ്ങളെല്ലാം പറയും. ജ്യേഷ്ഠനാണല്ലോ രാവണൻ. ഈ രാവണനെ കാരണമാണ്
ഇവിടെ ഭഗവാൻ അവതരിക്കുന്നതല്ല അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് എല്ലാം ഈ കുംഭകർണൻ അറിയാം. ഇതൊക്കെയാണ് ഈ രാവണനോട് അന്ന് പറഞ്ഞു കൊടുത്തത്. നിങ്ങളെയെല്ലാം ഒടുക്കുവൻ ഇനി മംഗലം വന്നുകൊടും ജഗത്തെങ്കിലും. അപ്പം നിങ്ങളെയെല്ലാം ഒടുക്കുമെന്ന് വെച്ചാൽ എന്താ? ഭഗവാൻ ശ്രീരാമൻ അതിശക്തിയോടുകൂടി വന്നിട്ട് നിങ്ങളെ എല്ലാം ഒടുക്കും. അപ്പോൾ കുംഭകർണന് അറിയാം കുംഭകർണനും മരിക്കുമെന്ന്. അതുകൊണ്ടാണ് കുംഭകർണൻ ആ ഒരു വാസന കൊണ്ടാണ് ഈ യുദ്ധത്തിന് തിരിച്ച് രാവണൻ്റെ വാക്കും കൊണ്ട് പോയേക്കുന്നത്. കാരണം അന്ന് കിട്ടിയ ആ വരം മായാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എല്ലാം ഒടുക്കുവൻ ഇനി മംഗലം വന്നുകൊടും ജഗത്തെങ്കിലും. നിങ്ങളെല്ലാം ഒടുക്കി കഴിയുമ്പോൾ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന് മംഗളം വരും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. അതുകൊണ്ട് ഇത് എനിക്ക് പണ്ടേ നാരദ മഹാമുനി പറഞ്ഞ കാര്യമാണ്. ഇവിടെ എല്ലാവരും നശിക്കും, അപ്പോൾ ലോകത്തിന് മംഗളം വരും. അതുകൊണ്ട് രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരദള ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്കുക നീ. ഇങ്ങനെയുള്ള മായയിൽ ഭഗവാൻ തന്നെ മായയിൽ വന്ന മനുഷ്യരൂപമെടുത്ത ഈ പരമാത്മാവായ നാരായണൻ ഈ ശ്രീരാമനെ നീ കായേന ശരീരം കൊണ്ടും വാച വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഭജിക്കുക. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മളും ഈ രാവണനെ പോലെയാണെന്ന് കരുതണം. നമ്മൾ നല്ലവരൊന്നുമല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും കുറച്ച് നന്മയും കാണും, പക്ഷെ നമുക്ക് കൂടുതലും തിന്മയാണ്. അപ്പോൾ നമ്മൾ എന്നും നിത്യേന എന്ത് ചെയ്യണം? മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കായം ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാനെ ഭജിക്കുക. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ. ആർക്കട ഉള്ളിൽ നമ്മൾ എത്ര ദുഷ്ടനുമായിട്ട് പക്ഷെ ഭക്തി എന്നുള്ള അല്പം നമ്മളിൽ ഉണ്ടോ, ഭഗവാൻ പ്രസാദിക്കും. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാന മാതാവിടോ. ജ്ഞാനം എന്താണ്? അത് അമ്മയാണ്. നമുക്കുള്ള ഉള്ളിൽ ഭക്തി ഉണ്ടല്ലോ കരുതിക്കോ, നമ്മുടെ ഉള്ളിൽ അമ്മയുണ്ട്. അത് ഭക്തി ഉണ്ടാവുന്നെങ്കിൽ അത് അമ്മ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മക്കളെ, എന്നെ വിളിക്കുന്ന കുറേ മക്കളുടെ കാര്യം എനിക്കറിയാം. നല്ല ഭക്തിയുള്ള മക്കളുണ്ട്. അവർക്കൊണ്ടിടത്തും ഇത് എനിക്ക് കമൻസ് ചെയ്യാത്ത മക്കളുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, നമ്മൾ അറിയുന്നില്ലല്ലോ. അവർ കരുതിക്കോ, ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാനം, അത് മാതാവാണ്, ആ ദേവിയാണ്. നമ്മുടെ ഉള്ളത്തിൽ ആ ദേവിയാണ്. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. അപ്പം മോക്ഷത്തിനും പ്രദായിനി ആരാണ്? ഭക്തിയാണ്. ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലമാണ്. ഒരു ഭക്തി ഇല്ലാത്ത ഒരാൾ എന്ത് കർമ്മം വെച്ചാലും വെറുതെ നിഷ്ഫലമാണ്. സംഖ്യയില്ലാതോളം ഉണ്ട് അവതാരങ്ങൾ പങ്കജ നേത്രന വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമ അവതാര സമം അല്ല ഒന്നുമേ. അപ്പം നമുക്ക് രാമ അവതാരത്തിന് സമം വേറെ ഒന്നിനും അവതാരവും ഇല്ല. എന്തിനാ? ഭക്തിക്കും അത് നമുക്ക് വേണ്ട അനുഗ്രഹം കിട്ടാനും. അപ്പം സംഖ്യാവത മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവൻ. രാമ അവതാര സമം അല്ലതൊന്നുമേ. നാമജപത്തിനാലേവനും മോക്ഷം. രാമ രാമ രാമാന്ന് കൃഷ്ണ ഗോവിന്ദ രാമ ശ്രീരാമ ജയരാമ ഭഗവാനെ കൃഷ്ണ ഗോവിന്ദ ഇതെല്ലാം രാമൻ്റെ നാമങ്ങളാണ്. കൃഷ്ണനും ഗോവിന്ദനും എല്ലാം നാരായണ നാമങ്ങളാണ്. അതുകൊണ്ട് നാരായണനാണല്ലോ അവതാരം. അതുകൊണ്ട് കൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. ഭഗവാൻ കൃഷ്ണനാണ് ഇതിൻ്റെ 100% പരമാത്മാവ് പൂർണ്ണമായി വന്നേക്കുന്ന കൃഷ്ണനാണ്. പക്ഷേ ശ്രീരാമന് അന്നേരം ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ചാണ് വന്നേക്കുന്നത്. എന്നാൽ രാമ എന്ന് പറയുന്നത് എന്താണ്? രാമായണം, അതായത് അത് ഒരർത്ഥം. മായണം അത് ഒരർത്ഥം. രാത്രിയും മായണം, നമ്മളെ ഇരുട്ടിനെ പോക്കണം. അതിൽ രാമാന്ന് പ്രാർത്ഥിക്കുന്നത് ഉള്ളം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ തന്നെ രാമെന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ ചിന്തിക്കുന്നത് രാത്രി മായണം, രാത്രി പോയിട്ട് നമ്മളെ ഉള്ളം വെളിച്ചമാകണം, പ്രകാശം ഉണ്ടാകണം. അപ്പോഴും നമ്മൾ എത്രത്തോളം സമയം നമ്മൾ ചൊല്ലിയാലും അവിടെ ആ ചൊല്ലത്തിന് ആ മന്ത്രത്തിന് ശക്തിയില്ലേ? അപ്പം നമ്മളത് വരത്തില്ലേ? ആ ശക്തി വരത്തില്ലേ? ആ പ്രകാശം നമ്മൾ ഉണ്ടാകത്തില്ലേ? ഈശ്വരൻ പ്രകാശമല്ലേ? അതുകൊണ്ട് എന്താ പറയുക, രാമ അവതാര സമം അല്ലതൊന്നുമേ. നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷ്യാകാരനാൻ രാമനാകുന്നതും ഭഗവാൻ പരമേശ്വരനാണ് ഈ ശ്രീരാമൻ. താരകബ്രഹ്മം എന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ച് വിദ്വജന ആമയം നൽകുന്ന സംസാര സാഗരം. ഭഗവാനെ തന്നെ വിദ്വജനങ്ങൾ ഭജിച്ചിട്ട് എന്ത് വരുന്നു? ഈ സംസാര സാഗരത്തിൽ നിന്നും കടക്കുന്നു. ലംഘിച്ച് രാമപാദത്തെയും പ്രാപിച്ച് സങ്കടം തീർത്തുകൊള്ളുന്നത് സന്തതം. അപ്പോൾ സംസാര സാഗരം ലംഘിച്ച്, അതായത് എന്താ? ഈ ദുരിതമാകുന്ന ഈ ലോകത്തിലെ ഈ പ്രപഞ്ചം അത്രമാത്രം ദുരിതമാണ്. അതിനെ സാഗരം എന്ന് പറയുന്നത് അത്രമാത്രം കടുപ്പമാണ്. അതിനെ ലംഘിച്ച് എങ്ങനെ രാമപാദത്തെയും പ്രാപിക്കുമ്പോൾ സങ്കടമെല്ലാം തീർത്തുകൊള്ളുന്നത് സന്തതം. എപ്പോഴും നമുക്ക് സന്തതം തീർത്ത് സന്തോഷമായിരിക്കും. ശുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്ങൾ നിത്യവും ധ്യാനിച്ച് തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ച് ആത്മാന
ഉച്ചരിച്ച് ആത്മനാ കണ്ട് അച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നത് അനുഭവം. നമ്മൾ നിശ്ചലമായി പരമാത്മ ലയിക്കുന്നു. എങ്ങനെയാ? ഭഗവാന്റെ ചരിത്രങ്ങളും ചൊല്ലണം. ഭഗവാന്റെ അംബുജത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ നിത്യവും ധ്യാനിക്കണം. ശുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ അങ്ങനെ ചെയ്യുന്നു. ശുദ്ധ തത്വന്മാർ നിരന്തരം എപ്പോഴും രാമനെ ചിത്താംബുജത്തുകൾ നിത്യവും ധ്യാനിച്ച് തച്ചരിത്രങ്ങൾ ഭഗവാന്റെ ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ച് ആത്മനാ കണ്ട് അച്യുതനോട് സായുജ്യവും പ്രാപിച്ച് നിശ്ചലാനന്ദേ ലയിക്കുന്നത് അനുഭവം. നിശ്ചലാനന്ദ എന്താ? അത്രമാത്രം ചലിക്കാത്ത മനസ്സോടി ആത്മാവിൽ തന്നെ ലയിച്ച് പരമാനന്ദപദം പ്രാപിക്കുന്നു. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊൾ ആനന്ദമൂർത്തിയേ. അങ്ങനെ നമ്മളും അങ്ങനെ ഭജിച്ച് ചെയ്യൂ എന്നാണ് പറയുന്നത്. കുംഭകർണവധം. ഇനി ഈ കുംഭകർണനാണല്ലോ രാവണൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. ഇനി അയാൾ ഇതും കഴിഞ്ഞിട്ട് യുദ്ധത്തിന്, കാരണം കുംഭകർണന് ഈ വരം കിടപ്പുണ്ട്. ഈ കുടുംബം മൊത്തം നശിക്കണമെന്നാണല്ലോ നാരദ മഹാവിന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിനകത്ത് കുംഭകർണനും ഉൾപ്പെടും. അതുകൊണ്ട് എന്താ ഭക്തനായ വിഭീഷണൻ അതില്ല. ഭഗവാന് ജന്മനാ തന്നെ വിഭീഷണൻ ഭക്തനാ, ശ്രീരാമ ഭക്തനാ. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി, ആ കുടുംബത്തിൽ നിന്ന് പോയി, ഭഗവാൻ അടുക്കലേക്ക് പോയി. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടും. ആ കുടുംബം അത് അദ്ദേഹം രാജാവും ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ സർവ്വതും തൊലഞ്ഞു പോകത്തില്ലേ? വിഭീഷണനും അതിനൊത്തു നിന്നാൽ അയാൾ നശിക്കും. അതുകൊണ്ട് സോദരനേവം പറഞ്ഞതു കേട്ട് അത് ക്രോധം മുഴുത്തു ദശാസനൻ ചൊല്ലിനാൻ. ഇത്രയും ഗുണഗണങ്ങൾ പറഞ്ഞപ്പം ക്രോധമുണ്ടായി. നന്മ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടൂലല്ലോ, കാരണം വിനാശകാലെ വിപരീത ബുദ്ധി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നന്മ കൊടുത്തപ്പോൾ വിഭീഷണനോട് എന്താ ചെയ്തത്? അതുപോലെ തന്നെ കുംഭകർണനോട് ദേഷ്യം ഉണ്ടായി. ക്രോധം മുഴുത്തു ദശാസനൻ ചൊല്ലിനാൻ. ഞാനോ ഉപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാനെന്ന് ഉണർത്തി വരുത്തി യഥാസുഖം നിനേൻ. കഷ്ടപ്പെട്ട് 100,000 കുടം മദ്യവും അത്രയും കുടം രക്തവും ഇത്രയും ഭോജ്യങ്ങളെല്ലാം നിനക്കൂടെ കൊണ്ടുവച്ചത് നിന്നെ ഉണർത്തിയത് എന്തിനാ? നീ എനിക്ക് ഉപദേശം തരാനൊന്നും അല്ല. ഞാൻ നിന്ന് ഉണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളാം. നീ പോയി കിടന്നുറങ്ങിക്കൊള്ളൂ. നീ എന്തിനാ കിടന്നുറങ്ങാതെ ഇവിടെ നിന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിനക്ക് കേൾക്കാമെങ്കിൽ നീ പോയി കിടന്നുറങ്ങിക്കൂ. യഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക. നീ എത്രയും ബുദ്ധിമാനെന്ന് ഇന്ന് ഞാൻ അറിഞ്ഞു. കാരണം ഇത്രയും ഗുണങ്ങൾ പറഞ്ഞപ്പം നീ നല്ല ബുദ്ധിമാനാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി. നിന്റെ ഗുണഗണങ്ങളൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം. ഇനി ഖേദം അകന്ന് സുഖിച്ച് വാഴുന്ന നാൾ. എൻ്റെ ദുഃഖങ്ങളെല്ലാം കളഞ്ഞിട്ട് എപ്പോൾ എനിക്ക് സുഖം കിട്ടുന്നത് അപ്പോൾ നിൻ്റെ ഉപദേശം ഞാൻ കേൾക്കാം. അന്ന് ഞാനത് കേട്ട് വാഴാം. ഇപ്പം എൻ്റെ ഖേദം ആദ്യം അകന്ന് പോകട്ടെ. ഇപ്പം സീതയുടെ കൊണ്ടുള്ള ദുഃഖമാണല്ലോ, ആ ദുഃഖത്തിലേക്കുമ്പോൾ എനിക്ക് നിൻ്റെ ഉപദേശമൊന്നും കേൾക്കാൻ പറ്റില്ല. ഈ ദുഃഖത്തിനെ ഒരു നിവൃത്തി വന്നാൽ എനിക്ക് നീ പറഞ്ഞൊക്കെ കേൾക്കാം. അതുകൊണ്ട് വേദശാസ്ത്രങ്ങളും കേട്ട് കൊള്ളാം. ഇനി ഖേദം അകന്ന് സുഖിച്ച് വാഴുന്ന നാള്. ആമെങ്കിൽ ആശു ചെന്നായോധനം ചെയ്ത് രാമാദികളെ വധിച്ചു വരിക നീ. നിനക്ക് ഒക്കുമെങ്കിൽ ചെന്ന് നീ യുദ്ധം ചെയ്ത് ആയോധനം അത് ചെയ്ത് രാമാദികളെ വധിച്ചിട്ട് നീ വരിക നിനക്കാവുമെങ്കിൽ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടുള്ള ഉഗ്രനാ കുംഭകർണൻ നടന്നിടന. ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം യുദ്ധത്തിനായി പോയി. വ്യഗ്രവും കൈവിട്ട് യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോശമെന്നോർത്തവൻ. അതൊരു അദ്ദേഹം എന്ത് ചിന്തിച്ചു? ഭഗവാന്റെ അടുക്കലേക്ക് ഭഗവാൻ നാരായണനെന്ന് അദ്ദേഹം അറിയാം. എല്ലാ കാര്യവും പറഞ്ഞപ്പോൾ അയാൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചേക്കാണ്. അതുകൊണ്ട് വ്യഗ്രം കൈവിട്ട് യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ, ഭഗവാൻ ശ്രീരാമൻ നിഗ്രഹിച്ചാൽ എന്ത് വരും? മോശം കിട്ടുമെന്ന് അവൻ കുംഭകർണൻ മനസ്സിലാക്കി. അതുകൊണ്ട് മോശമെന്ന് ഓർത്തവൻ പ്രാകാരവും കടന്ന് ഉത്തുംഗ ശൈല രാജാകാരവോടലറിക്കൊണ്ട് അതിദ്രുതം. പ്രാകാരമൊക്കെ കടന്ന്, അതായത് കോട്ട, ആ രാജധാനിയുടെ കോട്ട കടന്ന് വളരെ ഉയർന്ന ഒരു പർവ്വതത്തിൻ്റെ ആകാരം ശരീരം, അവൻ്റെ ശരീരം ഒരു പർവ്വതത്തോളം അങ്ങ് വളർന്ന്, എന്നിട്ട് പ്രാകാരവും കടന്ന് ഉത്തുംഗ ശൈലാരാജാകാരമോട് അലറിക്കൊണ്ട് ചെന്ന് 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ള തന്നെ ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ട്, 1000 ഭാരമുള്ള ഒരു ശൂലം, ഇരുമ്പ് ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പുക്കോരു നേരത്ത് വാനരവീരരെ എല്ലാവരും ഓടിനാൻ. കുരങ്ങന്മാരെല്ലാം ഇത് കണ്ടുകൂടി. പർവ്വതത്തിൽ അത്രയുള്ളൊരു ഭയങ്കര ഈ കുംഭകർണൻ, അതും ഈ 1000 ഭാരമുള്ള ശൂലവും 3 തൃശൂലങ്ങളായിരിക്കും. അതും കൊണ്ട് ചെന്നപ്പോൾ കുരങ്ങന്മാരെല്ലാം പേടിച്ച് ഓടി. കുംഭകർണൻ തൻ വരവ് കണ്ട് ആകുലാൽ സംഭ്രമം പൂണ്ടു. വിഭീഷൺ തന്നോട് വൻപുള രാക്ഷസനേവനിവൻ പറക അമ്പലത്തോളം ഉയരമുണ്ട് അത്ഭുതം. അതായത് ഭഗവാൻ ശ്രീരാമൻ ഇത് കണ്ടിട്ട് പറയുന്നു, ഈ കുംഭകർണൻ്റെ വരവ് കണ്ടപ്പം
ഭഗവാൻ അറിയില്ലല്ലോ, ശ്രീരാമന് കുംഭകർണനെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് സംഭ്രമം കൊണ്ട് ഈ വാനരന്മാരെല്ലാം ഓടിയപ്പം ഭഗവാൻ എന്ത് ചെയ്തു, ഇതെന്തോ ഈ വരുന്ന ഈ പർവ്വതം പോലെ കുലുങ്ങി കുലുങ്ങി ശൂലം കൊണ്ട് വരുന്ന ആരാ? അതുകൊണ്ട് സംഭ്രമം കൊണ്ട് വിഭീഷണനോട് പറയുന്നു. ഈ വിഭീഷണൻ ആരാ? രാവണൻ്റെ അനുജനാ, ഭഗവാന്റെ ഭക്തനാ. ഭഗവാന്റെ ഒക്കെ നേരത്തെ തന്നെ അങ്ങ് എത്തിപ്പിടിച്ചല്ലോ. അതുകൊണ്ട് ചോദിച്ച്, വൻപുള്ള രാക്ഷസനെ ഏവനാ ഇവൻ? ഈ വരുന്ന രാക്ഷസൻ ആരാ? അമ്പലത്തോളം ആകാശത്തോളം ഉയരം ഉണ്ടല്ലോ, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു. അപ്പോൾ ഇത്തം രഘുത്തമൻ ചോദിച്ച അളവ് അതിന് ഉത്തരം ആശ വിഭീഷണൻ ചൊല്ലിനാൻ. അതിൻ്റെ മറുപടി പറയുന്നു, രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. രാവണൻ്റെ സോദരനാണ് കുംഭകർണൻ, എൻ്റെ പൂർവജനുമാണ്. വിഭീഷണൻ പറയുന്നത് എൻ്റെ ജ്യേഷ്ഠനുമാണ്. കുംഭകർണൻ നടുക്കുള്ളവനാ, രാവണൻ്റെ ഇളയതും ഈ വിഭീഷണൻ മൂത്തതും. അപ്പോൾ സഹോദരങ്ങളാണ്. അതും ശക്തിമാനാണ്, ബുദ്ധിമാനാണ്. ദേവകുല അന്തകനാണ്. നിദ്രാവശൻ. ഇവന് ആവതിൽ ആർക്കും ഏറ്റാൽ ജയിച്ചു. ആര് തങ്ങളിൽ ചെന്ന് മുട്ടിയാലും ആരും ജയിച്ചു പോകത്തില്ല. അത്ര ഭയങ്കരനാണ്. എല്ലാവരെയും തോൽപ്പിക്കും. ചരിത്രങ്ങളെല്ലാം അറിയിച്ച് നിശ്ചയാ പൂർവജൻ കാൽക്കൽ വീടിടൻ. എല്ലാ കാര്യങ്ങളും ഇയാളെ പറ്റിയുള്ളതെല്ലാം ശ്രീരാമനോട് പറഞ്ഞിട്ട് ഈ വിഭീഷണൻ ജ്യേഷ്ഠനാണല്ലോ കുംഭകർണൻ, ചെന്ന് അയാളുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ജ്യേഷ്ഠനല്ലേ, അതുപോലെ അവർ തങ്ങളെ വിരോധവും ഇല്ലല്ലോ. പ്രാതാ വിഭീഷൺ ഞാൻ ഭവ ഭക്തിമാൻ. പ്രാത അതായത് സഹോദരനാണ് ഞാൻ, വിഭീഷണനാണ് എന്ന് വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു. കാരണം ശ്രീരാമപക്ഷത്ത് നിൽക്കുമ്പം വിഭീഷണനെ കണ്ട് അറിഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ട് നേരത്തെ കൂട്ടി തന്നെ ചെന്ന് കാൽക്കൽ വീണ് പറഞ്ഞു, ഞാൻ പ്രാത സഹോദരനാണ്, വിഭീഷണനാണ്. ഞാൻ ഭവൽ ഭക്തിമാനാണ്, ഭഗവാന്റെ ശ്രീരാമ ഭക്തിമാനാണ്. പ്രീതി കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. ജ്യേഷ്ഠനാണല്ലോ സഹോദര, എന്നെ അങ്ങ് പ്രീതി കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽക രാഘവനെന്ന് ഞാൻ ആദരപൂർവ്വം അവോളം അപേക്ഷിച്ച് ഞാൻ രാവണനോട് പറഞ്ഞു, സീതയെ കൊണ്ടുകൊടുക്കൂ. ആദരവോട് ഞാൻ പറഞ്ഞ് അപേക്ഷിച്ചു. ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോട് അടുത്തത് കണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കാതെ എൻ്റെ സഹോദരൻ ഖഡ്ഗവും കൊണ്ട് വാളും കൊണ്ട് എന്നെ വെട്ടാൻ വന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോട് എന്നെ അടുത്ത് വന്നു, എന്നെ വെട്ടാൻ. ഞാൻ ഭീതനായി 4 അമാത്യന്മാരുമായി പോന്നു. സീതാപതിയെ ശരണം ഞാൻ എൻ്റെ 4 മന്ത്രിമാർ അമാത്യന്മാരുമായി ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഭീതനായി ഭയന്ന് ഓടി സീതാപതിയെ, അതായത് ശ്രീരാമൻ്റെ അടുക്ക്, സീതയുടെ ഭർത്താവായ ശ്രീരാമൻ്റെ അടുക്കിലേക്ക് ശരണം പ്രാപിച്ച് ഇവിടെ എത്തി. ഭഗവാനെ അഭയം പ്രാപിച്ചു, ശരണം പ്രാപിച്ചു. ഇത്തം വിഭീഷൺ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്ത് പുണർന്നാൻ അനുജനെ. ചിത്തം മനസ്സ് സന്തോഷമായിട്ട് കുളിർത്ത് കെട്ടിപ്പിടിച്ച് നുകർന്ന് അത്രമാത്രം അനുജനോട് സ്നേഹമായി. കാരണം ഇത് പിന്നെ കുംഭകർണന് പോലും കിട്ടാത്ത ഒരു സാഹചര്യം. പക്ഷെ നടക്കത്തില്ല, കാരണം ശാപം കിട്ടിപ്പോയി. വിഭീഷണന് മാത്രമേ ഉള്ളൂ ഇതിന് രക്ഷപ്പെടാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷമായി, ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് ചിത്തം കുളിർത്ത് പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്ത് തലോടി പറഞ്ഞു. എന്താ പുറത്ത് തലോടി അനുജനോട് പറഞ്ഞത്? ധന്യനല്ലോ ഭവാൻ, ഇല്ലകില്ലേതുമേ ഒരു സംശയമില്ല, അങ്ങ് ധന്യനാണ് അനുജ, നീ ധന്യനാണ്. ജീവിച്ചിരിക്കുക പലകാലം ഊഴിയിൽ, ഈ ഭൂമിയിൽ പലകാലം അനേക കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക. സേവിച്ചു കൊള്ളുക രാമപാദാംബുജം, രാമപാദം നീ സേവിച്ചു കൊള്ളുക. നീ ഇവിടെ തോനക്കാലം അനേകാലം നീ ജീവിച്ചിരിക്കണം ഈ ഊഴിയിൽ, ഭൂമിയിൽ. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലനാണ്, ഭാഗവതോത്തമൻ എത്രേ, നീ ഭഗവാന്റെ ഉത്തമനാണ്, ശിഷ്യനാണ്, നീ ഭക്തനാണ്. അതുകൊണ്ട് നീ ഇവിടെ നിന്റെ വംശം, നമ്മുടെ വംശം, നീ ലങ്കാപുരി നീ രക്ഷിക്കണം. നീ നിർമ്മലനാണ്. നീ നിർമ്മലനായതുകൊണ്ടാണല്ലോ ഭഗവാനെ ശരണം പ്രാപിക്കാൻ പറ്റിയത്. അതുകൊണ്ട് നീ ഭാഗവത ഉത്തമനുമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നമ്മുടെ വംശം രക്ഷിക്കണം. നാരായണപ്രിയൻ എത്രയും നീയെന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടനഹം. ഞാൻ ബദരിയാശ്രമത്തിൽ വെച്ച് നാരദ മഹാമുനെ കണ്ടപ്പോൾ ആ നാരദ മഹാമുനി തന്നെ പറഞ്ഞു, വിഭീഷൺ ഭക്തനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെപ്പറ്റി നാരദ മഹാമുനി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. മായാമയം ഈ പ്രപഞ്ചം എല്ലാം ഇനി പോയാലും എങ്കിൽ നീ രാമപാദാന്തികേ എന്നത് കേട്ട് അഭിവാദ്യം ചെയ്തു. കാരണം ഈ മായയായിരിക്കുന്ന ഈ പ്രപഞ്ചം മൊത്തം നശിക്കും. മായാമയ ഈ പ്രപഞ്ചം എല്ലാം ഇനി പോയാലും, ഇതെല്ലാം നശിച്ചു പോയാലും നീ എന്ത് ചെയ്യണം? രാമപാദ അന്തികെ, ഭഗവാന്റെ പാദത്തിൽ തന്നെ ഇരുന്നോളണം. എന്തെല്ലാം ഇവിടെ നശിക്കും, ഇതെല്ലാം നാശമുള്ളതാണ്, ഇതെല്ലാം നിത്യമല്ല, അനിത്യമാണ്, ഇതെല്ലാം നശിക്കുന്നതാണ്, ഇത് മിഥ്യയാണ്. പക്ഷേ നീ എന്ത് ചെയ്യണം? നീ ഭഗവാന്റെ പാദത്തിൽ തന്നെ ഇരുന്ന് കൊള്ളണം. എന്ത് നല്ലൊരു സഹോദരനാണ്, എന്ത് അറിവാണ് അത് കേട്ട് അഭിവാദ്യം ചെയ്ത് അത് ഖിന്നനായി ബാഷ്പവും വാർത്ത് വാങ്ങിയിടാൻ, ഖിന്നനായിട്ട് വിഷമിച്ച് ബാഷ്പവും സന്തോഷം കൊണ്ട്, അനുജനെങ്കിലും ഈ ഭാഗ്യം കിട്ടിയല്ലോ ഭഗവാന്റെ പാദത്തിലിരിക്കാൻ, ആ ഒരു സന്തോഷം കൊണ്ട് ബാഷ്പവും കണ്ണുനീരും വാർത്ത് വാങ്ങിയിടാൻ. അങ്ങനെ
എന്നിട്ട് അദ്ദേഹം ഇനി യുദ്ധത്തിന് പോവുകയാണ്. അവർ അതിനാണല്ലോ രാവണൻ പറഞ്ഞ് വിട്ടേക്കുന്നത്. അതുകൊണ്ട് രാമപാർശ്വം പ്രാപ്യ ചിന്താ വിവശനായ ശ്രീമാൻ വിഭീഷൺ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. അപ്പോൾ ശ്രീമാൻ വിഭീഷൺ നിൽക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പുണർന്നു. നീ ഭഗവാന്റെ പാദത്തിലിരിക്കുക, ഇതെല്ലാം നശിച്ചതാലും നീ അവിടെ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. നീ ധന്യനാണ്, നീ നിർമ്മലനാണ്, നീ ഉത്തമനാണ്, നീ ഭാഗവതോത്തമനാണ്, ഭഗവാന്റെ പ്രിയനാണ്. ഇതെല്ലാം കൊടുത്ത് സന്തോഷമായി ബാഷ്പക്കണ്ണീരും ഒക്കെ വന്നു. കണ്ണീര് ബാഷ്പമായി എല്ലാം വന്നു. ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ കൈകൊണ്ട് ഹസ്തപാദങ്ങൾ കൈകാലുകൾ കൊണ്ട് മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങി. കാരണം യുദ്ധത്തിന് പറഞ്ഞ് വിട്ടേക്കുമല്ലോ, എന്നെ നീ രക്ഷിക്കൂ, നിനക്ക് എന്നെ രക്ഷിക്കാൻ നീ ഇവിടുന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. പേടിച്ചടുത്തുകൂടാഞ്ഞ് കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരേ. ഇദ്ദേഹം യുദ്ധം നോക്കിയപ്പോൾ ഈ കവികളെല്ലാം ഓടിത്തുടങ്ങി. മത്തഹസ്തേന്ദ്രനെ പോലെ കവികളെ 10,100,000 കൊന്നാൻ അരക്ഷണാൽ. ആന മത്ത് പിടിച്ച ആന എങ്ങനെയാ അതുപോലെ ഇദ്ദേഹം അത്ര പർവ്വതമല്ലേ, അങ്ങനെ എല്ലാ കവികളെയും കൊന്ന് 100,000 10,100,000 അരക്ഷണം കൊണ്ട് കൊന്ന്. മർക്കടരാജൻ അത് കണ്ടൊരു മല കൈക്കൊണ്ട് എറിഞ്ഞത് മാറിൽ തടുത്തവൻ. മർക്കടരാജൻ സലാരാണ്? സുഗ്രീവൻ. കൈക്കൊണ്ടെറിഞ്ഞത് മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തത് കൊണ്ട് അത് വിത്രസ്തനായി വീണ് മോഹിച്ച അർക്കജൻ, അത് സൂര്യപുത്രൻ സുഗ്രീവൻ അത് കൊണ്ട് പുറത്ത് കൊണ്ടപ്പോൾ എറിഞ്ഞപ്പോൾ അവന് കുത്തി, ശൂലമെടുത്ത് കുത്തി. അപ്പം വീണ് മോഹിച്ച് ഈ സുഗ്രീവൻ. അപ്പോൾ അവനെ ഊക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. ഈ ബോധം കെട്ട് വീണപ്പം ഈ കുംഭകർണൻ എന്ത് ചെയ്ത്? കുംഭകർണൻ ഇദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് പോയി കുംഭകർണൻ്റെ മന്ദിരത്തിലേക്ക്. കാരണം രക്ഷിക്കണ്ടേ. ഇവിടെ ശ്രീരാമനെയൊക്കെ വധം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കുംഭകർണന് നല്ല സന്മനസ്സോ, അയാൾ സന്മനസ്സുള്ളവനാണല്ലോ. ഇയാൾ ബോധം കെട്ട് വീണപ്പം അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയിട്ട് യുദ്ധേ ജയിച്ച് സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരേശ്വരൻ ചൊല്ലുന്ന നേരത്ത് നാരിജന മഹാപ്രാസാദമേറുന്ന ആരുടെ മോദം പനിനീരിൽ മുക്കിയ ഇദ്ദേഹത്തിനെ അപ്പം ഇദ്ദേഹം വീണപ്പം ജയിച്ചല്ലേ പോകുന്നത്. പക്ഷെ ഇദ്ദേഹത്തിനെയും കൂടെ തോളയിട്ടുണ്ടാ പോകുന്നത്. അപ്പോഴെന്തെന്ന് നാരിജനം സ്ത്രീകൾ മഹാപ്രാസാദമേറി വലിയ മാളികയുടെ പുറത്ത് കയറി ആരൂഢമോദം പനിനീരിൽ മുങ്ങിയ മാലിന്യങ്ങളും കളഭങ്ങളും തൂകിനാൽ ആലസ്യം ആശു തീർന്നിടുവാൻ ആദരാൽ അവർ അയാളുടെ ആലസ്യമൊക്കെ മാറ്റി ഈ സുഗ്രീവൻ്റെ. എന്നിട്ട് മർക്കടരാജന് ഏറ്റു മോഹം വെടിഞ്ഞുൽക്കട രോഷേണ മൂക്കും ചെവികളും നഖദന്തങ്ങളെ കൊണ്ട് പറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോന്നാൻ അതിദ്രുതം. അയാൾക്ക് നാണക്കേടായിപ്പോയി. സുഗ്രീവന് വിഷമമായി. കാരണം ഈ കുത്തിവൻ തന്നെ എടുത്തുകൊണ്ട് പോയി രക്ഷിച്ചെന്നുള്ളതാകുമ്പോൾ നാണക്കേടല്ലയോ. രക്ഷിക്കാൻ അങ്ങോട്ട് അതായത് വാദിയും പ്രതിയും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മർക്കടരാജന് ഇതൊക്കെ കൊണ്ട് ചെന്നപ്പോൾ മോഹാലസ്യമൊക്കെ മാറിപ്പോൾ ബോധം വീണപ്പോൾ മറ്റാരും ഇവിടെ രക്ഷിക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ കുംഭകർണനെ എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് ആലസ്യം മാറാനുള്ള മരുന്നൊക്കെ ചെയ്ത് അന്നേരം ആലസ്യമൊക്കെ മാറിയപ്പം രോഷം ദേഷ്യവും വരുന്ന മൂക്കും ചെവികളൊക്കെ ഈ കുരങ്ങന്മാർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. ഈ ചെവിയൊക്കെ കൂടെ കിടന്ന് മാന്തിയും ചൊറിയും ചെയ്യും. അതുപോലെ നഖദന്തങ്ങൾ കൊണ്ടൊക്കെ പറിച്ചുകൊണ്ട് അന്തരീക്ഷയെ ആകാശത്തോടെ പാഞ്ഞു പോകുന്നതിന് അതിദ്രുതം. ക്രോധവും ഏറ്റവും അഭിമാനഹാനിയും. ദേഷ്യമുണ്ട്, അഭിമാനത്തിൻ്റെ കുറവുണ്ട്. ഈ കുത്തിയവൻ തന്നെ എന്നെ എടുത്തുകൊണ്ട് പോയി രക്ഷിച്ചെന്ന ഒരു നാണക്കേട്. ഭീതിയും ഉൾക്കൊണ്ട് അഭിഷക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ട് അതിസന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ. അപ്പോൾ ഇദ്ദേഹം രക്താഭിഷക്തനായിട്ടൊക്കെ ഇനി വന്നു. എന്നാലും വീണ്ടും ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ കുംഭകർണൻ വീണ്ടും യുദ്ധത്തിന് വരുക. അയാളെ രക്ഷിച്ചിട്ട് യുദ്ധം വീണ്ടും വേണമല്ലോ. അതിന് പിന്നെയും വീണ്ടും വരുന്നത് കണ്ട് അതിസന്നദ്ധനായി അടുത്തുകൂടെ ലക്ഷ്മണൻ സുമിത്രാത്മൻ വീണ്ടും കുംഭകർണനോട് ചെന്ന്. അപ്പോൾ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൽ. അപ്പം മഴ പെയ്താൽ എങ്ങനെ നമുക്കറിയാം, മുറ്റത്ത് നോക്കുമ്പോൾ അറിയാം മഴ ഇങ്ങനെ കീറാ വീഴുന്ന പല രീതിയിൽ. അതുപോലെ അവർ അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുവാണ് മഴ പൊഴിയുന്നത് കൊണ്ട്. ദുർവാരണ ബാണഗണം പൊഴിച്ചിടിനാൽ 10,100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. അപ്പോൾ ഈ കുറേ ഈ കുരങ്ങന്മാരെന്ത് ചെയ്യും? അത്ര ഭയങ്കര വായും ചെവിയും മൂക്കും എല്ലാം അങ്ങനത്തെയാ. ഒരു കുരങ്ങൻ കയറിയാൽ വായിക്കൂടെ കയറിയാൽ അത് ചെവി കൂടെ ഇറങ്ങിപ്പോവും, മൂക്കി കൂടെ ഇറങ്ങിപ്പോവും. അതുപോലെ ഈ കുരങ്ങന്മാർ യുദ്ധത്തിന് വരുമ്പോൾ ഇദ്ദേഹം ഈ കുംഭകർണൻ വായിലോട്ട് കയറും, അങ്ങ് അടയ്ക്കും.
അടയ്ക്കുമ്പോൾ എന്ത് വരുന്നത്, അടുത്ത ചെവി കൂടെ ഓട്ടയിൽ കൂടെ ഇറങ്ങി വെളിയിൽ പോവും. വേറെണ്ണം മൂക്കിൽ കൂടെ ഇറങ്ങിപ്പോവും. 2 ദ്വാരം മൂക്കിലുണ്ട്, 2 ദ്വാരം ചെവിയിലുണ്ട്. ഓരോരുത്തരും ഓരോ വഴി കൂടെ ഇറങ്ങി പോകും. വക്രത്തിലാക്കി അടയ്ക്കും അവൻ ഉടൻ കർണനാസാവലിത്തൂടെ പുറപ്പെടും. അപ്പോൾ കർണം ചെവി, നാസം മൂക്ക്, ഇതിൽ കൂടെ ഈ ദ്വാരത്തിൽ കൂടെ ഈ കുരങ്ങന്മാരിറങ്ങി പൊക്കോളും. പിന്നെയും വാരി വിഴുങ്ങും അവൻ. വീണ്ടും 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 അവനിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കുരങ്ങന്മാർ ഓരോ വഴി കൂടെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുന്നു. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു, ലക്ഷ്മണൻ തന്നെയും ഉപേക്ഷിച്ച് തത്വരം. രാഘവൻ തന്നോട് അടുത്താൻ അത് കണ്ട് വേഗന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തക്ഷണേ ബാണമെയ്താൻ ആശു ഖണ്ഡിക്കൽ. അതായത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ കർണനാസാവലിത്തൂടെ പുറപ്പെടും, പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു, ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. ലക്ഷ്മണനെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടോ അയാളെ മാറ്റി. അപ്പം ഭഗവാൻ ശ്രീരാമൻ രാഘവൻ തന്നോട് അടുത്താൻ അത് കണ്ട് വേഗന ബാണം പൊഴിച്ചു രഘുത്തമൻ. എന്ത് ചെയ്ത് രഘുത്തമൻ? നന്നായി രാഘവൻ നന്നായി ബാണം ചെയ്തു. അപ്പോഴെന്തു ചെയ്യുന്നു? തക്ഷണേ ബാണമെയ്ത് ആശു ഖണ്ഡിക്കയാൽ യുദ്ധാഗണെ വീണു വാനരവൃന്ദവും. അപ്പോൾ വാനരവൃന്ദം അവിടെ വീഴുന്നു. നക്തഞ്ചരന്മാരും ഒട്ടു മരിച്ചതു. കുറേ നക്തഞ്ചരന്മാരും മരിക്കുന്നു. കുറേ 100,000 അല്ല ഈ കുരങ്ങന്മാർ മരിക്കുന്നത്. വാമഹസ്തയെ മഹാസാരവും കൈക്കൊണ്ട് രാമനോട് ഏറ്റടുത്ത് നിശാചരൻ. വേറൊരു നിശാചരൻ എന്ത് ചെയ്തു? വാമഹസ്തയെ മഹാസാരവും കൈക്കൊണ്ട് രാമനോട് ഏറ്റവും അടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമെയ്ത് ഖണ്ഡിച്ചാൻ അത് വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടനാൻ. ഇന്ദ്രാസ്ത്രമൊക്കെ ചെയ്തപ്പം പല ഇന്ദ്രാരികളൊക്കെ മരിക്കുന്നു. ബദ്ധകോപത്തോട് അലറി അടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർത്ഥചന്ദ്രാകാരമായ 2 അമ്പ് കൊണ്ട് ഉത്തുംഗ പാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവും ഏറ്റം പിളർന്നു പിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്തുകൾ വായിൽ നിറച്ച് രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിന്. ഒരു അസ്ത്രം ഏത് ഉത്തമാംഗത്തെയും ഖണ്ഡിച്ച് വൃത്രാരിദാനം തെളിഞ്ഞാൻ അത് നേരം. അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? അവൻ്റെ ഈ വക്രമേറ്റം പിളർന്ന് വിഴുങ്ങുവാൻ ഓരോരുത്തർ വിഴുങ്ങുന്നു, വെളി പോകുന്നു. പിന്നെ നക്തേന്ദ്രനെ കുതിച്ചിങ്ങനെ അടുക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പത്രികൾ, അമ്പുകളെല്ലാം വായും പിളർന്നല്ലേ വരുന്നത് ഈ കുരങ്ങന്മാരെയൊക്കെ വിഴുങ്ങാനൊക്കെ. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ പത്രികൾ, അത് അമ്പുകളെല്ലാം വായിൽ നിറച്ച് രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോ. അസ്ത്രമെയ്ത് ഉത്തമാംഗത്തെയൊക്കെ ഖണ്ഡിച്ച് വൃത്രാരിദാനം തെളിഞ്ഞാൻ അത് നേരം. ഇന്ദ്രാസ്ത്രം കൊണ്ട് ഉത്തമാംഗമൊക്കെ ഖണ്ഡിച്ച്. അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ തലയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തോന്ന്, ഉത്തമാംഗം എവിടെ പോയി? പുരദ്വാരി വീണ് മുറിഞ്ഞ് അബ്ധിയിൽ വീണത് ദേഹവും അന്നേരം. ഇത് തല ഒരു സ്ഥലത്ത്, ദേഹം ഇവിടെ അബ്ധിയിൽ സമുദ്രത്തിൽ. വൃത്രാരിദാനം തെളിഞ്ഞാൻ അത് നേരം ഉത്തമാംഗം പുരദ്വാരി വീണു. ഉത്തമാംഗം പുരദ്വാരി, അതായത് ആ ഭാഗത്ത് വാതിലിൽ. പക്ഷേ മുറിഞ്ഞ അബ്ധിയിൽ വീണത് ദേഹവും. ഉത്തമാംഗം തല അറ്റ് അവിടെ ആ പുരദ്വാരി തന്നെ വീണ്. ശരീരം സമുദ്രത്തിലും പോയി വീണ്. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഖ്യൾ യക്ഷ ഭുജംഗ ഖഗ അപ്സരോ വൃന്ദവും കിന്നര ചാരണ പുരുഷന്മാരും പന്നക താപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിനാർ പുരുഷോത്തമം അദ്വയം. അതായത് ഈ കുംഭകർണൻ മരിച്ചതുകൊണ്ട് പകുതി ഭൂമിക്ക് ഭാരം തീർന്ന്, അതുകൊണ്ട് ഇവരൊക്കെ സ്തുതിക്കുകയാണ് ശ്രീരാമന്. സിദ്ധ ഗന്ധർവ വിദ്യാധര ഗുഹ്യ യക്ഷ ഭുജംഗ ഖഗ അപ്സരോ ഗന്ധർവ ഉരക, അതായത് എല്ലാവരും യക്ഷന്മാരും പിന്നെ പക്ഷികളും അപ്സരങ്ങളും ഉരകങ്ങളും എല്ലാം കിന്നര ചാരണ പുരുഷന്മാരും പന്നക സർപ്പങ്ങളും താപസന്മാരും ദേവസമൂഹവും പുഷ്പവർഷം ചെയ്ത് ഭക്തിയാ പുകഴ്ത്തിനാർ. പുരുഷോത്തമം അദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥം അൻപോട് അവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനം ഉൽപ്പല ശ്യാമളം കോമളം ബാണധനുധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമ ആത്മാരാമ ആമോദമാർന്ന് പോഴ്ന്നു തുടങ്ങിനാൻ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ അഖിലാധാര നമോസ്തുതേ.
വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖ സുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ട് മായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങൾ ഉള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ എല്ലാ സത്വങ്ങളിലെ ഉള്ളിൽ ജീവസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്ത വാക്യാർത്ഥമായി ചിൽഖനാത്മാവായി ശിവനായി നിരീഹനായി ഉന്മീലന കാലത്ത് സൃഷ്ടിയും, അതായത് കണ്ണ് തുറന്നിരിക്കുമ്പോൾ സൃഷ്ടിയും, ശഷുർ നിമീലനം കൊണ്ട് സംഹാരവും, കണ്ണടച്ചിരിക്കുന്നത് ഉറക്കം, അപ്പോൾ സംഹാരവും, രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ചു, ധർമ്മത്തെയും പരിപാലിച്ചു. ഒരുപാട് പല പല അവതാരങ്ങൾ എടുത്തിട്ടാണ് ഭൂമിയെ രക്ഷിക്കുന്നത്. രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ച് ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ. യാതൊരു ആത്മാവിനെ കാണുന്നത് എപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽ സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം ജൽ സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. ലോകാധാരമാദ്യം നമോ നമ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധം ഉണ്ടായി വരികയുമില്ലല്ലോ. ഭഗവാന്റെ പ്രസാദം ഇല്ലാതെ ഒന്നുകൊണ്ടും നമുക്ക് ബോധം അറിവുണ്ടാകയില്ലല്ലോ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ ഈ ഭഗവാന്റെ പ്രസാദം ഇല്ലാതെ വേറൊന്നുകൊണ്ടും നമുക്ക് ത്വൽബോധം ഉണ്ടാകയില്ല, വരികയില്ല. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിന് ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽ പുരുഷപ്രഭു നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപതി. കോപ കാമദ്വേഷ മത്സരക അർപ്പണ്യ ലോഭ മോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തി മാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. ത്വൽകഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച അനാരദം. ത്വൽകഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച അനാരദം. ത്വൽ പൂജയും ചെയ്തു നാമങ്ങളും ഉച്ചരിച്ച് ഈ പ്രപഞ്ചത്തിങ്കിലൊക്കവേ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. നാരദ മഹാമുനി പ്രാർത്ഥിക്കുവാണ്. നിന്റെ ഭഗവാന്റെ ചരിതങ്ങളും പാടി നാരായണ 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 എന്ന് പറഞ്ഞ് പാടി വിശുദ്ധനായി സഞ്ചരിപ്പാൻ അനുഗ്രഹിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും എപ്പോഴും ആ അനുഗ്രഹം ഇപ്പോഴും വരെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോഴെല്ലാം ഏതിലും എന്തിലും കാണുമ്പോൾ നാരായണ നാരായണ എന്നാണ് നാരദ മഹാമുനി കാണുമ്പോഴെല്ലാം അതാ അന്ന് കിട്ടിയ വരമാണ്. നമ്മളും പ്രാർത്ഥിക്കണം, ഭഗവാനെ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാനും ചരിത്രങ്ങളൊക്കെ കേൾക്കാനും പറയാനൊക്കെ നമുക്കും ആ യോഗം ഉണ്ടാവണേ, അല്ല അനുഗ്രഹം തരണമേ. നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമാരമാപതേ. പാതിയും പോയതു ഭൂഭാരം ഇന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ലുകയാൽ, അതായത് കുംഭകർണനെ വധിച്ചതുകൊണ്ട് ഭൂമിയുടെ പകുതി ഭാരം പോയി. ഭോഗേന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലും ആയോധനെ. നാളത്തെ യുദ്ധത്തിൽ നാളെ പിന്നെ സൗമിത്രി ആരെ കൊല്ലം? മേഘനാഥന്. പിന്നെ മറ്റേ നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്ന് ജഗത്രയൻ രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു, മാനവവീര ജയിക്ക ജയിക്ക നീ. നാരദൻ പറഞ്ഞു, ഇനി ഞാൻ ബ്രഹ്മലോകത്തേക്ക് പോകുന്നു, മാനവവീര ശ്രീരാമ ജയിക്ക ജയിക്ക നീ. യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ച് അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം. എല്ലാവരും ഇത് മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക. നമുക്കും ഇതെല്ലാം നമുക്കും വെച്ചാൽ എന്താണ്, നമുക്ക് വേണ്ടിയാണിത്, അല്ല മറ്റാർക്കും വേണ്ടിയല്ല. അവർ അന്നത്തെ കാര്യം അങ്ങ് കഴിഞ്ഞു. നമുക്ക് ഇതിനകത്ത് തത്വം ഇതിനകത്ത് പല രീതിയിൽ വ്യാഖ്യാനിച്ച ആത്മീയമായി പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വേണ്ടി, ഇതെല്ലാം ആത്മജ്ഞാനത്തിലേക്കുള്ള വഴികളാണ്. ഇതൊക്കെ വേറെ അർത്ഥങ്ങൾ ഇതിനുണ്ട്. നമുക്കിപ്പം പൊതുവേ ഉള്ളൊരർത്ഥമാണ് ഇതിൽ കൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. എങ്കിലും നമുക്ക് വേണ്ടുന്ന അർത്ഥങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് ഇത് മനസ്സിലാക്കി നമ്മൾ അതായി തീരുക, അപ്പോൾ അത് അങ്ങ് വന്നോളും. ഇതിനകത്ത് കാണുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് അത് നമ്മൾ ആയി തീരുകയാണ്. അപ്പം നമ്മൾ യഥാർത്ഥ ജ്ഞാനം ഉൾക്കൊണ്ട് പരമാത്മ ലയിക്കാനുള്ള എല്ലാ വഴിയും ഇതിനകത്തുണ്ട്.
എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി. ഇതിന് പ്രത്യേകിച്ച് ഒരു ഗുരു ആവശ്യമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഗുരു. ഈ പുസ്തകം തന്നെയാണ്. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ഇതിൽ കൂടെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നിരിക്കും. ഭക്തി മാത്രം മതി. അപ്പോൾ അറിവ് തരും, ബോധം ഉണ്ടായി വരും. ഹരി ഓം ഹരി ഓം ഹരി ഓം.